ജമാഅത്തെ ഇസ്ലാമി ഉയർത്തിപ്പിടിക്കുന്ന മുന്നോട്ട് വെക്കുന്ന ആദർശം വിശദീകരിക്കുക എന്നതാണ് എന്നിൽ അർപ്പിതമായ ചുമതല. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു ഏറ്റവും ഇഷ്ടപ്പെട്ട വിധം നിർവഹിക്കാൻ എനിക്കും ഫലപ്രദമായി കേൾക്കാനും ഉൾക്കൊള്ളുവാനും പ്രയോജനപ്പെടുത്തുവാനും നിങ്ങൾക്കും അവൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും അംഗീകരിച്ച അതേ ആദർശം തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതിലെ ആദ്യ പാതി ലോകത്ത് നിയോഗിതരായ അള്ളാഹുവിൻ്റെ മുഴുവൻ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത ആദർശമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. അതിനാൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ഒമാ അർസൽന മിൻ ഖബ്ലിക മിൻ റസൂലി ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. നിനക്ക് മുമ്പ് ഒരു ദൂതനെയും നാം നിയോഗിച്ചിട്ടില്ല, ലാ ഇലാഹ ഇല്ലാന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് വഹ്യായി ബോധനമായി നൽകിക്കൊണ്ടല്ലാതെ. അതിനർത്ഥം വളരെ വ്യക്തമാണ്. എല്ലാ പ്രവാചകന്മാർക്കും നൽകിയ അടിസ്ഥാന ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് തന്നെയാണ്. പക്ഷേ അറബി ഭാഷയിലാകണമെന്നില്ല. ഓരോ ജനതയുടെയും ഭാഷയിലായിരുന്നു അവരിലേക്ക് നിയോഗിതരായ പ്രവാചകന്മാർ സംസാരിച്ചത്. അതും ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഒമാ അർസൽനാ മിൻ റസൂലി ഇല്ലാ ബിലിസാനി ഖൗമിഹി. അതിന് ഭാഷ വ്യത്യസ്തമായിരിക്കും, പക്ഷേ ആദർശം ഒന്നാണ്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണല്ലോ, നമ്മുടെയും നാം ജീവിക്കുന്ന പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവും സംരക്ഷകനും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതിനാൽ സൃഷ്ടാവും സംരക്ഷകനുമായ അള്ളാഹുവിനാണ് ഇതിൻ്റെ എല്ലാറ്റിനും മേലുള്ള ഉടമാവകാശം. വലഹു മുൽക്കു സമാവാത്തി വല്ലർദ് വമാ ബൈനഹുമാ വമാ തഹ്തസ്സറ. ആകാശഭൂമികളുടെയും അവയ്ക്കിടയിലുള്ള എല്ലാറ്റിൻ്റെയും ഉടമാവകാശം അള്ളാഹുവിനാണ്. അവിടെ ആധിപത്യം അള്ളാഹുവിനാണ്. മനുഷ്യന് അവ ഉപയോഗിക്കാനുള്ള അനുമതിയാണുള്ളത്. അത് അനിയന്ത്രിതമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച നിശ്ചയിച്ച രീതിയിലാണ് അവ ഉപയോഗിക്കേണ്ടത്. അതൊന്നുകൂടി തെളിയിച്ച് പറഞ്ഞാൽ, ഞാനും നിങ്ങളുമൊക്കെ പറയും എൻ്റെ കൈ, എൻ്റെ കണ്ണ്, എൻ്റെ കാത്, എൻ്റെ നാക്ക്, എൻ്റെ മൂക്ക്, എൻ്റെ ജീവൻ, എൻ്റെ ജീവിതം, എൻ്റെ ആയുസ്, എൻ്റെ ആരോഗ്യമെന്ന്. പക്ഷേ നമുക്കറിയാം സൂക്ഷ്മ വിശകലനത്തിൽ ഇതൊന്നും നമ്മുടേതല്ല. ആയിരുന്നുവെങ്കിൽ നമുക്കൊരിക്കലും രോഗമുണ്ടാവില്ല, വേദന ഉണ്ടാവില്ല, നമ്മുടെ കണ്ണിന് കാഴ്ചക്കുറവുണ്ടാവില്ല, തലമുടി നരക്കുകയില്ല, അവസാനം കൈകാലുകൾ നിശ്ചലമാവുകയില്ല. അപ്പോൾ ഇത് നമ്മുടേതല്ല, അതിലുടമാവകാശം അള്ളാഹുവിൻ്റേതാണ്. അതിനാലാണ് ദിനേന 5 നേരം ചുരുങ്ങിയത് നാം പറയുന്നു, ഇന്ന സ്വലാത്തി ഒനുസ്കി ഒമഹ്യായ മോത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ജീവിതവും മരണവും അള്ളാഹുവിനുള്ളതാണ്. ഓ ജാലലക്കുമു സമഅൽ അബ്സാറ വൽ അഫ്ഇദ. നിങ്ങൾക്ക് അവൻ ഹൃദയം തന്നു, കണ്ണ് തന്നു, കാത് തന്നു. പക്ഷേ ഖലീലം മാ തഷ്കുറൂൻ, നിങ്ങൾ വളരെ കുറച്ചാളുകളെ നന്ദി കാണിക്കുന്നുള്ളൂ. മറ്റൊരിടത്ത് അള്ളാഹു പറഞ്ഞു, ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്കാണ് ഉടമാവകാശം. അതിനാൽ അവ എങ്ങനെ ഉപയോഗിക്കണം ഉപയോഗിക്കരുതെന്ന് തീരുമാനിക്കാനുള്ള അധികാരാവകാശം ആർക്കാണ്? അത് നൽകിയ അള്ളാഹുവിനാണ്. അപ്പോൾ കൈ കൊണ്ട് എന്തൊക്കെ ചെയ്യാം, എന്തെല്ലാം ചെയ്യരുത്, ആരാണ് തീരുമാനിക്കേണ്ടത്? അള്ളാഹുവാണ്. കണ്ണുകൊണ്ട് എന്തെല്ലാം കാണാം, എന്തൊക്കെ കാണരുത് തീരുമാനിക്കേണ്ടത് ആരാണ്? അതിൻ്റെ ഉടമയായ അള്ളാഹുവാണ്. കാതുകൊണ്ട് എന്തെല്ലാം കേൾക്കാം, എന്തൊക്കെ കേൾക്കരുത് തീരുമാനിക്കാനുള്ള പരമാധികാരം അള്ളാഹുവിനാണ്. നമ്മുടെ കാലുകൊണ്ട് എവിടേക്കൊക്കെ പോകാം, എവിടേക്കെല്ലാം പോകരുത്, ആരാണ് തീരുമാനിക്കേണ്ടത്? അള്ളാഹുവാണ്. നമ്മൾ എന്തെല്ലാം തിന്നാൻ തിന്നരുത്, കുടിക്കാൻ കുടിക്കരുത്, കാണാൻ കാണരുത്, കേൾക്കാൻ കേൾക്കരുത്, പറയാൻ പറയരുത്, ഇത് തീരുമാനിക്കാനുള്ള പരമാധികാരം, അവസാനത്തെ ആത്യന്തികമായ അവകാശം ആർക്കാണ്? അത് അള്ളാഹുവിനാണ്. കാരണം അവനേ അവയുടെ മേൽ ഉടമാവകാശമുള്ളൂ. അലാ ലഹുൽ ഖൽഖുൽ അംർ. ആരാണോ സൃഷ്ടികർമ്മം നിർവഹിച്ച് അവനേ കൽപ്പനാധികാരമുള്ളൂ. ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാഹ് അമറ അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു. വിധിക്കുള്ള അധികാരം അള്ളാഹുവിന് മാത്രമാണ്. അവൻ കൽപ്പിച്ചിരിക്കുന്നു, അവന് മാത്രമേ വഴിപ്പെട്ട് ജീവിക്കാവൂ എന്ന്. അതിനാൽ എല്ലാ പ്രവാചകന്മാരും ഈ ആദർശത്തെ പ്രതിദാനം ചെയ്യുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്
സമൂഹത്തോട് പറഞ്ഞു. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബലി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പുള്ളവരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അത് മറ്റൊരു ഭാഷയിൽ ഖുർആൻ വിശദീകരിച്ചു. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ യഅ്ബുദുല്ലാഹ വജ്തനിബു താവൂത്ത്. എല്ലാ ജനസമൂഹങ്ങളിലും അള്ളാഹു ദൂതന്മാരെ നിയോഗിച്ചു. അവരെല്ലാം സമൂഹത്തോട് പറഞ്ഞ ഒരൊറ്റ കാര്യം, നിങ്ങൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, അഥവാ അള്ളാഹുവിന് മാത്രം വഴിപ്പെട്ട് ജീവിക്കുക. എല്ലാ അധികാര ലംഘനങ്ങളും നടത്തിയ, അള്ളാഹുവിൻ്റെ അധികാരാവകാശങ്ങളിൽ കടന്നു കയറിയ എല്ലാ താകൂത്തുകളെയും നിങ്ങൾ വർജിക്കുക. ഇതായിരുന്നു എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ ആദർശമെന്നർത്ഥം. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധ വാക്യത്തെ ഖുർആൻ ഉപയോഗിച്ച എന്തിനോടാ? അത് നല്ലൊരു വൃക്ഷത്തോടാണ്, മരത്തോടാണ്. അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമത്തൻ ത്വയ്യിബ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിത്തും വഫർഉഹാ ഫിസ്സമാ തൂത്തി ഉക്കലഹാ കുല്ല ഹീനി ബിഇദ്നി റബ്ബിഹ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധ വാക്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമ നൽകിയ ഒരു നല്ല വൃക്ഷമാണ്. അതിൻ്റെ വേരുകൾ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് പൂണ്ട് പോയിട്ടുണ്ട്. അതിന് ചില്ലകൾ അന്തരീക്ഷത്തിൽ പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. അതതിൻ്റെ നാഥൻ്റെ അനുമതിയോടുകൂടി സൽഫലങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം ഭൂമിയിലേക്ക് വേരാഴ്ത്തി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? മനുഷ്യ മനസ്സുകളിലേക്കത് ആഴ്ന്നിറങ്ങി. അതിൻ്റെ സൽഫലങ്ങൾ ജീവിതത്തിലുടനീളം കാണപ്പെടും. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിൻ്റെ സവിശേഷത, അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ അടയാളങ്ങൾ, അതിൻ്റെ സൽഫലങ്ങൾ എവിടെ ഉണ്ടാവും? ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടാവും. നമ്മുടെ നടത്തത്തിൽ, കിടത്തത്തിൽ, ഉറക്കത്തിൽ, ഉണർച്ചയിൽ, തീനിൽ, കുടിയിൽ, സംസാരത്തിൽ, പ്രവർത്തനങ്ങളിൽ, കാഴ്ചയിൽ, കേൾവിയിൽ, എല്ലാറ്റിലും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സവിശേഷത, പ്രത്യേകത ഉണ്ടാവണം. എപ്രകാരം? കാഞ്ഞിരക്കുഴിയിൽ നിന്ന് കാഞ്ഞിരമുണ്ടായാൽ അതിൻ്റെ വേര്, തടിമരം, ചില്ലകൾ, ശിഖരം, പൂവ്, തൂമ്പ്, കാമ്പ് എല്ലാറ്റും അതിൻ്റെ പ്രത്യേകത ഉണ്ടാവും. ഏതൊരു അണ്ടിയിൽ നിന്നാണ് മാവ് ഉണ്ടാവുന്നത്, അതിൻ്റെ പ്രത്യേകത അതിൻ്റെ എല്ലാ അംശങ്ങളിലും ഉണ്ടാവും. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിനാണ് എന്തുണ്ടാവുന്നത്? ഇസ്ലാമിക ജീവിതം ഉണ്ടാവുന്നത്. ഇസ്ലാമിക ജീവിതത്തിൻ്റെ ആദർശപരമായ അടിത്തറയാണ്, അതിൻ്റെ കാമ്പാണ്, അതിൻ്റെ വിത്താണ്, അതിൻ്റെ കാതലാണ്, അതിൻ്റെ ന്യൂക്ലിയസാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. അതിൽ നിന്നാണ് ഇസ്ലാമിക ജീവിതം രൂപപ്പെടുന്നത് എന്നർത്ഥം. അപ്പോൾ സ്വാഭാവികമായും എന്താണ് ഇതിന് താല്പര്യം? നമുക്ക് ഒന്നാമതായി ആരാധനാ രംഗത്ത് എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യം എന്ന് നമുക്ക് പരിശോധിക്കാം. അല്ലാഹു അല്ലാതൊരു ഇലാഹില്ല. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? നമുക്കറിയാം, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ള അറിവ്, അല്ലെങ്കിൽ അഭൗതികമായ അറിവ്, അത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. ലോകത്ത് നാളെ എന്തൊക്കെ സംഭവിക്കും, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും, നമുക്കാർക്കും അറിയുകയില്ല. കൊറോണ വരുന്നതിന് മുമ്പ് കൊറോണ വരുമെന്ന് ലോകത്താർക്കും മനസ്സിലായില്ല. സുനാമി വരുന്നതിന് മുമ്പ് സുനാമി ഉണ്ടാകുമെന്ന് ആർക്കും മനസ്സിലായില്ല. അപ്പോൾ കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ള അറിവ്, ഭാവിയെക്കുറിച്ചുള്ള അറിവ് ആർക്കേ അറിവ്? അള്ളാഹുവിനുള്ളൂ. അതുകൊണ്ട് ഉൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളി അൽ ഗൈബ ഇല്ലല്ലാഹ്, പറയുക ആകാശഭൂമികളിൽ ഗൈബ്, അഭൗതികമായ അറിവ്, കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ള അറിവ് അള്ളാഹുവിനല്ലാതെ ആർക്കുമില്ല. പ്രവാചകന്മാർ പറയാൻ കൽപ്പിക്കപ്പെട്ടു, വലാ അഖൂലക്കും ഇന്ദി ഖസായിനുല്ലാഹ് വലാ അഅലമുൽ ഗൈബ, അള്ളാഹുവിൻ്റെ ഖജനാവുകൾ എൻ്റെ വശമുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എനിക്ക് ഗൈബ്, അഭൗതിക കാര്യം, അഭൗതികമായ അറിവ് ഉണ്ട് എന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. അതിനാൽ ഗൈബ്, അഭൗതികമായ അറിവ് അള്ളാഹുവിനല്ലാതെ ലോകത്താർക്കുമില്ല. അപ്രകാരം തന്നെയാണ് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം ഗുണമോ ദോഷമോ ചെയ്യുവാൻ അള്ളാഹുവിനല്ലാതെ ആർക്കും സാധ്യമല്ല. ഒരു തലവേദന നൽകാൻ, ഒരു വയറുവേദന നൽകാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓർത്ത് നോക്കൂ, ഇപ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നു, ഇനി തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ്. എതിർ സ്ഥാനാർത്ഥിക്ക് മിണ്ടാൻ വയ്യാത്ത രോഗം, അല്ലെങ്കിൽ എതിർ സ്ഥാനാർത്ഥിക്ക് വരട്ട് ചൊറി, ഇത് നൽകാൻ ആർക്കെങ്കിലും കഴിയുമോ? നമ്മുടെ രാജ്യത്ത് തീർച്ചയായും ഈ രാജ്യത്തിൻ്റെ വലിയ വർഗീയ ഫാസിസ്റ്റുകളുണ്ട്, അവർക്ക് നേതൃത്വം നൽകുന്ന ആളുകളുണ്ട്. അവർക്ക് ഒരു വരട്ട് ചൊറിയാൻ നൽകാൻ കഴിയുമോ? ആർക്കും അങ്ങനെ മറ്റൊരാൾക്കും കാര്യകാരണ ബന്ധത്തിനപ്പുറം ഗുണമോ ദോഷമോ ചെയ്യാൻ കഴിയുകയില്ല. കഴിയുമായിരുന്നെങ്കിൽ യുദ്ധം വേണ്ടി വരില്ല, തെരഞ്ഞെടുപ്പ് വേണ്ടി വരില്ല, ഒന്നും ചെയ്യേണ്ടി വരില്ല, എല്ലാം അതുവഴി നിർവഹിക്കാൻ കഴിയും. അപ്പോൾ കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ള അറിവോ കഴിവോ അള്ളാഹുവിനല്ലാതെ ലോകത്തൊരാൾക്കുമില്ല.
പക്ഷേ സമൂഹത്തിൽ പലപ്പോഴും ഇക്കാര്യത്തിൽ അബദ്ധധാരണകൾ ഉണ്ടാവാറുണ്ട്. അള്ളാഹുവിൻ്റെ ചില പ്രത്യേകക്കാരുണ്ട്, അവർക്ക് സഹായിക്കാൻ കഴിയുമെന്ന് ധരിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട ആൾ അഷ്റഫുൽ ഹൽക്കായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തിരുമേനിക്ക് പോലും സ്വന്തം സഹധർമ്മിണിയായ ആയിഷ റളിയല്ലാഹുവിനെതിരെ അപവാദ ആരോപണമുണ്ടായപ്പോൾ വഹി വരുന്നത് വരെ വസ്തുത മനസ്സിലായില്ലല്ലോ. മൂസ അലൈഹി ഇസ്ലാം വടി നിരത്തിയിട്ടപ്പോൾ അത് പാമ്പാകുമായിരുന്നു എന്ന് മുൻകൂട്ടി മനസ്സിലായില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഭയപ്പെട്ടത്. അത് തിരിച്ചെടുക്കാൻ പറഞ്ഞത് വടി തന്നെയായി മാറുമെന്ന് അള്ളാഹു പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ള അറിവോ കഴിവോ അള്ളാഹുവിനല്ലാതെ ആർക്കുമില്ല. അതിനാൽ അവനോട് മാത്രമേ സഹായാർത്ഥന പാടുള്ളൂ, പ്രാർത്ഥന പാടുള്ളൂ, അവന് മാത്രമേ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാൻ പാടുള്ളൂ, അവന് മാത്രമേ ആരാധനകൾ അർപ്പിക്കാൻ പാടുള്ളൂ. അള്ളാഹുവിനല്ലാതെ മറ്റാരെയും ആരാധിക്കരുത്, മറ്റാർക്കും നേർച്ച വഴിപാടുകൾ അർപ്പിക്കരുത്, മറ്റാർക്കും പൂജാ പ്രാർത്ഥനകൾ നടത്തരുത്. അത് അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂ. ഇതാണ് ആരാധനാ രംഗത്തെ തൗഹീദ്. പക്ഷേ പല സമൂഹങ്ങളിലും ഇതിന് വ്യത്യസ്തമായ അവസ്ഥകളുള്ളത് കൊണ്ട് ഏതാണ്ട് എല്ലാ പ്രവാചകന്മാരും ഇതൂന്നി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് ആ സമൂഹത്തിൽ അള്ളിപ്പിടിച്ചിരുന്നു ബഹുദൈവവിശ്വാസവും ബഹുദൈവ ആരാധനയും. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇതേ സംഭവം മക്കയിലുണ്ടായിരുന്നു. ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വിശുദ്ധ കഅബയിൽ തന്നെ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കപ്പെടുകയും അവ ആരാധിക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ എല്ലാ പ്രവാചകന്മാരും പറഞ്ഞു, യാ ഖൗമി ഇബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. എൻ്റെ സമൂഹമേ, നിങ്ങൾ അള്ളാഹുവിന് മാത്രം വഴിപ്പെട്ട് ജീവിക്കുക, അവനെ മാത്രം ആരാധിച്ചടിപ്പെട്ട് ജീവിക്കുക, അവനല്ലാതെ നിങ്ങൾക്കൊരു ഇലാഹില്ല. ഖുർആൻ മക്കയിലെ ആരാധ്യ വസ്തുക്കളെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, അഫ്റായിത്തുമുൽ ലാത്ത വൽ ഉസ്സ വമനാത്ത സാലിസത്തൽ ഉഖ്റ അലക്കുമുൽ ദക്കറ വലഹുൽ ഉൻസ തിൽക ഇദൻ ഖിസ്മത്തുൻ ലീസ. അവിടെ മുഖ്യ ആരാധ്യ വസ്തുക്കളെ വിളിച്ചുകൊണ്ട് അവയുടെ കഴിവുകേടുകളെ ദൗർബല്യങ്ങൾ ഖുർആൻ വിശദീകരിച്ചു. അവയെ വിളിച്ച് പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ ജീവിതത്തെ നിയന്ത്രിക്കുന്ന കേന്ദ്രബിന്ദുവായി അവയെ സ്വീകരിക്കാനോ പാടില്ല എന്ന് അവരെ പഠിപ്പിച്ചു. അപ്പോൾ ഇതാണ് ആരാധനാ രംഗത്തെ തൗഹീദ്. ഇതേതാണ്ട് സമൂഹത്തിൽ പല ആളുകൾക്കും ഇത് അറിയുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് അംഗീകരിക്കുന്നവർ തന്നെ ജീവിതത്തിൻ്റെ മറ്റു പല മേഖലകളിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന് താല്പര്യമായ തൗഹീദ് മനസ്സിലാക്കുകയോ ഉൾക്കൊള്ളുകയോ ചെയ്യാറില്ല. ഉദാഹരണമായി സാമ്പത്തിക രംഗം. എന്താ സാമ്പത്തിക രംഗത്തെ തൗഹീദ്? എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സാമ്പത്തിക രംഗത്തെ താല്പര്യം? സമ്പത്ത് അള്ളാഹുവിൻ്റേതാണ്. അതെങ്ങനെ സമ്പാദിക്കണം, എങ്ങനെ സമ്പാദിക്കരുത്, എങ്ങനെ കൈവശം വെക്കണം, എങ്ങനെ കൈവശം വെക്കരുത്, എങ്ങനെ ചെലവഴിക്കാം, എങ്ങനെ ചെലവഴിക്കരുത്, ഇത് തീരുമാനിക്കാനുള്ള പരമാധികാരം ആർക്കാണ്? അള്ളാഹുവിന് മാത്രമാണ്. സമ്പത്ത് അള്ളാഹുവിൻ്റേതാണ് എന്നതാണ് ഇസ്ലാമിക സാമ്പത്തിക ഘടനയുടെ അടിത്തറ. അതുകൊണ്ടാണ് ഖുർആൻ ഉടനീളം മിമ്മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയതെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവസാനിപ്പിക്കാതെ ഒരിടത്ത് പറഞ്ഞു വാതൂഹും മിൻ മാലില്ലാഹി ലദി ആതാക്കും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അള്ളാഹുവിൻ്റെ ധനം അവർക്ക് നൽകുക. അപ്പോൾ സമ്പത്ത് അള്ളാഹുവിൻ്റേതാണ്. അതെങ്ങനെ സമ്പാദിക്കണം, സമ്പാദിക്കരുത്, കൈവശം വെക്കാം, കൈവശം വെക്കരുത്, ചെലവഴിക്കരുത് തീരുമാനിക്കാനുള്ള പരമാധികാരം അള്ളാഹുവിനാണ്. നമ്മൾ ദിനേന നന്നച്ചുരുങ്ങിയത് 17 തവണയെങ്കിലും ഇയ്യാക്ക നഅ്ബുദു, ഞങ്ങൾ നിനക്ക് മാത്രം വഴിപ്പെട്ട് ജീവിക്കുന്നു എന്ന് പറയുന്നു. ഖുർആൻ നമ്മോട് ചോദ്യം ഇങ്ങോട്ട് തിരിച്ചു ചോദിക്കുന്നു, ഇൻ കുൻതും ഇയ്യാഹു തഅ്ബുദൂൻ, നിങ്ങൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ എന്നൊരു ചോദ്യം ഖുർആനുണ്ട്. എത്ര സ്ഥലത്ത് ഈ ചോദ്യമുണ്ട്? ഖുർആൻ 3 സ്ഥലത്തെ ഈ ചോദ്യമുള്ളൂ. അതിൽ ഒന്ന് ആരാധനയാണ്, 2 ആഹാരമാണ്. ലാ തസ്ജുദൂ ലിശ്ശംസി വലാ ലിൽഖമരി ഫസ്ജുദൂ ലില്ലാഹി ലദീ ഖലഖഹുന്ന ഇൻ കുൻതും ഇയ്യാഹു തഅ്ബുദൂൻ, നിങ്ങൾ സൂര്യനോ ചന്ദ്രനോ സുജൂദ് ചെയ്യരുത്, അവയെ സൃഷ്ടിച്ച അള്ളാഹുവിന് മാത്രമേ നിങ്ങൾ സുജൂദ് ചെയ്യാവൂ. ഇത് ആരാധനാ കാര്യത്തെ പറഞ്ഞോണ്ട് ഇൻ കുൻതും ഇയ്യാഹു തഅ്ബുദൂൻ, നിങ്ങൾ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്ന തൗഹീദ് അംഗീകരിച്ച മുവഹിദുകളാണെങ്കിൽ അള്ളാഹുവിന് മാത്രമേ സുജൂദ് ചെയ്യാവൂ, നിങ്ങൾ സൂര്യനോ ചന്ദ്രനോ സുജൂദ് ചെയ്യാൻ പാടില്ല. ഇത് ആരാധനാ രംഗത്തെ പ്രശ്നമാണ്. പിന്നെ 2 സ്ഥലത്ത് കൂടി ഇൻ കുൻതും ഇയ്യാഹു തഅ്ബുദൂൻ എന്നുണ്ട്. അതെവിടെയാണ്? ഒന്ന്, യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാകും വഷ്കുറൂ ലില്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅ്ബുദൂൻ, വിശ്വസിച്ചവരെ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിന് ഉത്തമമായത് ഭക്ഷിക്കുക, അള്ളാഹുവിന് നന്ദി കാണിക്കുകയും ചെയ്യുക, നിങ്ങൾ അവന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ. 3-ാമത്തേത് എന്താണ്? ഫകുലൂ മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ ത്വയ്യിബൻ വഷ്കുറൂ നിഅമത്തല്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅ്ബുദൂൻ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിന് ഹലാലായ ത്വയ്യിബായ ഉത്തമമായ അനുവദനീയമായ ഭക്ഷണം മാത്രം കഴിക്കാം.
അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക. നിങ്ങൾ അവന് ഇബാദത്ത് ചെയ്യുന്ന തൗഹീദ് അംഗീകരിച്ചവരാണെങ്കിൽ, അപ്പോൾ തൗഹീദ് അംഗീകരിച്ച മുവഹിദുകളാണെങ്കിൽ, ഏകദൈവ വിശ്വാസം അംഗീകരിച്ച, ഏകദൈവ ആരാധന അംഗീകരിച്ച ഏകദൈവ വിശ്വാസികളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്ന ഉത്തമമായ ആഹാരം മാത്രം ഭക്ഷിക്കുക. നിങ്ങൾ അവന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണെങ്കിൽ, 3-ൽ 2 ആഹാരമാണ്, 1 ആരാധനയാണ്. ഇനി വിശുദ്ധ ഖുർആനിൽ മുഴുവൻ പ്രവാചകന്മാരും സംബോധന ചെയ്തുകൊണ്ട് യാ യുറസുലിൻ എത്ര സ്ഥലത്തുണ്ട്? യാ യുറസുലിൻ ഒരൊറ്റ സ്ഥലത്തേ ഉള്ളൂ. ഒറ്റ സ്ഥലത്ത് മാത്രമേ ഖുർആനിൽ യാ യുറസുലിൻ എന്ന് മുഴുവൻ പ്രവാചകന്മാരെ സംബോധന ചെയ്തുകൊണ്ടുള്ളൂ. അത് വിളിച്ചുകൊണ്ട് എന്താ പറഞ്ഞത്? യാ യുറസുൽ കുലൂ മിനത് ത്വയ്യിബാത്തി വഅമലൂ സാലിഹൻ ഇന്നി ബിമാ തഅമലൂന അലീം. മുഴുവൻ പ്രവാചകന്മാർ പറഞ്ഞു, നിങ്ങൾ ഉത്തമമായത് ഭക്ഷിക്കുക, നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിക്കുകയും ചെയ്യുക. യാ യുറസുൽ കുലൂ മിനത് ത്വയ്യിബാത്തി വഅമലൂ സാലിഹൻ, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാം. നിങ്ങൾ ചെയ്യുന്ന എല്ലാം അറിയുന്നവനാണ് അള്ളാഹു, കാണുന്നവനാണ് അള്ളാഹു. അപ്പോൾ അങ്ങനെയാണ്, അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രവാചകന്മാർക്കും നൽകിയ നിർദ്ദേശമാണ് ഉത്തമമായത് മാത്രമേ ഭക്ഷിക്കാവൂ, അനുവദനീയമായത് മാത്രമേ ഭക്ഷിക്കാവൂ. അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണെന്നർത്ഥം. നമുക്കറിയാം 6-7 ജനസമുദായങ്ങൾ പ്രവാചകന്മാരെ ധിക്കരിച്ചതിന് പേരിൽ ഭൂമിയിലെ അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് വിധേയമായി സമൂലം നശിപ്പിക്കപ്പെട്ടു. അതിൽ 3 സമൂഹവും സാമ്പത്തിക കുറ്റവാളികളായിരുന്നു. ഹൂദ് അലൈഹിസ്സലാം ആദ് സമുദായത്തിലേക്ക് നിയോഗിതരായി. എന്തായിരുന്നു ഹൂദ് അലൈഹിസ്സലാമയുടെ തിന്മകളിൽ ഒന്ന്? പല തിന്മകളുണ്ടായിരുന്നു. പക്ഷേ മുഖ്യമായ ഒരു നശിപ്പിക്കപ്പെടാൻ കാരണമായ തിന്മ എന്തായിരുന്നു? അവർ മലമുകളിൽ പടുകൂറ്റൻ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി അഹങ്കരിക്കുന്നവരായിരുന്നു. സമ്പത്ത് ചെലവഴിക്കുന്നതിൽ അള്ളാഹുവിൻ്റെ നിർദ്ദേശം പാലിക്കാത്തവരായിരുന്നു. അഹങ്കാരത്തോടെ അവർ വലിയ കൊട്ടാരങ്ങളുണ്ടാക്കി. അതിന് അവരോട് ചോദിച്ചു, ആ തബ്നൂന ബിക്കുല്ലി റീൻ ആയത്തൻ തബ്സൂൻ, നിങ്ങൾ അനാവശ്യമായി ദൃഷ്ടാന്തമായി വലിയ വീടുകൾ ഉണ്ടാക്കി പൊങ്ങച്ച നടിക്കുകയാണോ ചെയ്യുന്നത്? അത് അവസാനിപ്പിക്കണമെന്നോ? അവർ സ്വീകരിച്ചില്ല. അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് വിധേയമായ ഒരു സമൂഹം നശിപ്പിക്കപ്പെട്ടു. മറ്റൊന്ന് സമൂദ് ഗോത്രം. അവരിലേക്ക് നിയോഗിതനായ പ്രവാചകൻ സ്വാലിഹ് അലൈഹിസ്സലാമാണ്. സ്വാലിഹ് അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, ഓ തൻഹിതൂന മിനൽ ജിബാലി ബുയൂത്തൻ ഫരീൻ, നിങ്ങൾ പാറകൾ, വലിയ പർവ്വതങ്ങളിൽ താഴ്വാരങ്ങളിൽ പാറകൾ തുറന്ന് വീടുണ്ടാക്കി പൊങ്ങച്ച നടിക്കുകയാണ് ചെയ്തത്. ആ ജനസമുദായത്തിൻ്റെ അവശിഷ്ടം ഇന്നും നിങ്ങൾക്ക് കാണാൻ കഴിയുമാറി ഉണ്ട്. എവിടെയെന്നറിയാമോ? മദീനയിൽ നിന്ന് ഏതാണ്ട് 500 കിലോമീറ്റർ യാത്ര ചെയ്താൽ, 5 മണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന സ്ഥലമുണ്ട്. മദായിനു സ്വാലി എന്ന സ്ഥലത്ത് അറിയപ്പെടും. അവിടെ ഇപ്പോഴും സമൂദ് ഗോത്രത്തിൻ്റെ ചരിത്രാവശിഷ്ടങ്ങൾ സമൂഹത്തിന് പാഠമെന്ന നിലയിൽ, ജനങ്ങൾക്ക് പാഠമെന്ന നിലയിൽ അവിടെ നിലനിൽക്കുന്നുണ്ട്. അവരുണ്ടാക്കിയിരുന്ന വലിയ പാറകൾ തുറന്നുണ്ടാക്കിയ വീടുകൾ അവർ സ്വീകരിച്ചില്ല. അവരും അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് വിധേയമായി ശിക്ഷിക്കപ്പെട്ടു. അത് ഖുർആൻ തന്നെ പറയുന്നതിന്, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമദാത്തിൽ ഇമാദ് അല്ലത്തി ലം യുഖ്ലഖ മിസ്ലുഹാ ഫിൽ ബിലാദ് വസമൂദല്ലദീന ജാബുസ്സുഖ്റ ബിൽ വാദ്. എന്താ ഖുർആൻ പറഞ്ഞത്? വലിയ സൗധങ്ങളുണ്ടാക്കിയിരുന്ന ഇറം ഗോത്രത്തെക്കുറിച്ച് നീ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അള്ളാഹു അവരെന്താണ് ചെയ്തതെന്ന്? അവർ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കുന്നവരായിരുന്നു, വലിയ സ്തംഭങ്ങളും സൗധങ്ങളും ഉണ്ടാക്കുന്നവരായിരുന്നു. മാത്രമല്ല, സമൂദല്ലദീന ജാബുസ്സുഖ്റ ബിൽ വാദ്, താഴ്വാരങ്ങളിൽ പാറകൾ തുറന്ന് വീടുണ്ടാക്കിയ സമൂദ് ഗോത്രത്തിൻ്റെ നാഥൻ എന്താണ് ചെയ്തതെന്നറിയാമോ? പിന്നെ പറയുന്നുണ്ട്, ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്, ശിക്ഷയുടെ ചാട്ടവാർ അവരുടെ മേൽ കൊണ്ടുപോയി ഒഴുക്കിയായിരുന്നു എന്ന്. അപ്പോൾ സമൂലം ശിക്ഷിക്കപ്പെട്ട 3 സമൂഹങ്ങളിൽ ആദ് സമൂഹവും സമൂദ് ഗോത്രവും സമ്പത്ത് ചെലവഴിക്കുന്നതിൽ അള്ളാഹുവിന് ശരീഅത്ത്, അവൻ്റെ നിയമവ്യവസ്ഥ പാലിച്ചില്ല. അഹങ്കാരത്തോടെ അത് ചെയ്തു, അവരെ അള്ളാഹു ശിക്ഷിച്ചു. പിന്നെ ഇനി സമ്പാദിക്കുന്നതിൽ കൃത്രിമം കാണിച്ച സമൂഹമുണ്ട്. അത് ഷുഐബ് അലൈഹിസ്സലാമയുടെ മദിയൻ സമൂഹമാണ്. ഇന്നത്തെ വലിയ അഴിമതിയൊന്നുമല്ല, ചെറിയ ചില അഴിമതികൾ വർദ്ധിച്ചു. 10 ലിറ്റർ അളന്നു കൊടുക്കുന്നതിന് പകരം ഒരു 9 ലിറ്റർ അളന്നു കൊടുത്തു. 11 കിലോ തൂക്കിയെടുക്കുന്നതിന് പകരം 12 കിലോ തൂക്കിയെടുത്തു എന്ന് വിചാരിച്ചോളൂ. അതാ ചെറിയൊരു അളത്തത്തും തൂക്കത്തും കൃത്രിമമാണ്. ഇന്നതിന് അഴിമതി എന്ന് പറയുക പോലുമില്ല, അത്ര ലഘുവാണ്, നിസ്സാരമാണത്. പക്ഷെ അവരിലേക്ക് നിയോഗിതനായ പ്രവാചകനായ ഷുഐബ് അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, യാ ഖൗമി ഇബ്ദുല്ലാഹ്, എൻ്റെ സമൂഹമായി നിങ്ങൾ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുക. മാലക്കും മിൻ ഇലാഹിൻ, അവനല്ലാ നിങ്ങൾക്കൊരു ഇലാഹില്ല എന്ന് പറഞ്ഞ അവരോട് പറഞ്ഞു, വൗഫുൽ കൈല വലാ തകൂനു മിനൽ മുഫ്സിദീൻ വസ്നൂ ബിൽ ഖിസ്താസിൽ മുസ്തഖീം വലാ തബ്ഖിസു നാസ അശ്യാഉ വലാ തൻസു ഫിൽ അർളി മുഫ്സിദീൻ. നിങ്ങൾ അളന്നെടുക്കുക, വൗഫുൽ കൈല, നിങ്ങൾ തൂക്കം അളന്നു കൊടുക്കുമ്പോൾ നിങ്ങൾ പൂർത്തീകരിക്കുക, തൂക്കത്തിൽ കൃത്രിമം കാണിക്കാതിരിക്കുക, ആളുകളെ പറ്റിക്കാതിരിക്കുക, ചതിക്കാതിരിക്കുക, വഞ്ചിക്കാതിരിക്കുക. അവർ സ്വീകരിച്ചില്ല.
സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, അവർ ധിക്കരിച്ചു പ്രവാചകനെ. അതിനുവേണ്ടി അവരും സമൂലമായി ശിക്ഷിക്കപ്പെട്ടു. അപ്പോൾ 3 സമൂഹങ്ങളിൽ 2 കൂട്ടർ സമ്പത്ത് ചെലവഴിക്കുന്നതിലും ഒരു ജന സമ്പാദിക്കുന്നതിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് അവൻ്റെ പരമാധികാരം അംഗീകരിക്കാത്തതിൻ്റെ പേരിൽ സമൂലം ശിക്ഷിക്കപ്പെട്ടു. ഭൂമിയിൽ പരലോകത്തെ ശിക്ഷ കാത്തിരിക്കുകയും ചെയ്തു. ഇനി നിങ്ങൾ ഓർത്ത് നോക്കൂ, വിശുദ്ധ ഖുർആനിൽ ഒരു പ്രവാചകനുണ്ട്. ആ പ്രവാചകൻ്റെ കഥ പറയുമ്പോൾ ഖുർആൻ പറഞ്ഞ അഹ്സനുൽ ഖസസ് എന്ന കഥകളിൽ വെച്ച് ഏറ്റവും നല്ല കഥ എന്ന അത് യൂസുഫ് അലൈഹിസ്സലാമയുടെ കഥയാണ്. വളരെ കൃത്യമായി വളരെ ചരിത്രപരമായ കാലഘട്ടന അനുസരിച്ച് പറഞ്ഞ ഒരേ ഒരു ഖുർആനിലെ ഒരു അധ്യായവും അതുതന്നെയാണ്. ആ പ്രവാചകൻ അഥവാ യൂസുഫ് അലൈഹിസ്സലാം എന്താണ് ഭൂമിയിൽ നിർവഹിച്ച ഏറ്റവും വലിയ ദൗത്യങ്ങളിലൊന്ന്? തീർച്ചയായും ബഹുദൈവ ആരാധനക്കെതിരെ ശക്തമായി ജയിലിൽ വെച്ച് തന്നെ പ്രബോധനം ചെയ്തു. അർബാബും മുത്തഫരിഖൂന ഖൈറും അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ എന്ന് തൻ്റെ ജയിൽ കൂട്ടുകാരോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഈജിപ്തിൽ വെച്ച് നിർവഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നായിരുന്നു. അതിലൊന്ന് 7 കൊല്ലത്തെ വരാനിരിക്കുന്ന ദാരിദ്ര്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി 7 കൊല്ലത്തെ ധാന്യം ശേഖരിച്ചു വെക്കാൻ ആ സമൂഹത്തെ പഠിപ്പിക്കുകയും ചുമതലപ്പെടുത്തുകയും ചെയ്തു. തനിക്ക് അധികാരം ഏറ്റെടുക്കാൻ പോകുമ്പോൾ പറഞ്ഞു തന്നെ ഒജൽനിയല ഹസാനിൽ അത് ഇന്നി അഫീൽ അലീമെന്നാണ്. ജയിലിന് പുറത്ത് വന്നിട്ട് തനിക്ക് ആദ്യമായി തൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ അവസരം കിട്ടുമ്പോൾ പറയുന്നത്, ഭൂമിയുടെ ഖജനാവുകളുടെ ചുമതല എന്നെ ഏൽപ്പിക്കൂ, ഞാൻ അഫീലാണ് അലീമാണ് എന്നാണ്. ആ പ്രവാചകൻ അഥവാ യൂസുഫ് അലൈഹിസ്സലാം ഭൂമിയിൽ ചെയ്ത ഏറ്റവും വലിയ കാര്യങ്ങളിൽ ഒന്ന് ഒരു രാജ്യത്തെ 7 കൊല്ലം വരാനിരിക്കുന്ന പട്ടിണി നിന്ന് രക്ഷപ്പെടുത്തുക എന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമാണ്, അത് സാമ്പത്തിക രംഗത്ത് എങ്ങനെ സമ്പാദിക്കണം, എങ്ങനെ സമ്പാദിക്കരുത്, എങ്ങനെ കൈവശം വെക്കണം, എങ്ങനെ കൈവശം വെക്കരുത്, എങ്ങനെ ചെലവഴിക്കാൻ തീരുമാനിക്കാനുള്ള പരമാധികാരം അള്ളാഹുവിനാണ്. അതുകൊണ്ടാണ് 5 വക്ത് നമസ്കാരം, സമയനിർണിതമായ 5 വക്ത് നമസ്കാരം നിർബന്ധമാക്കുന്നതിന് മുമ്പാണ് സാമ്പത്തിക രംഗത്തെ നിർദ്ദേശം അള്ളാഹു നൽകിയത്. അതിനെ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞു, വൈലുല്ലിൽ മുത്തഫിഫീൻ അല്ലെങ്കിൽ എതിർത്താലും അരന്നാസി യസ്തോഫൂൻ ഒയ്താ കാലും അവസനും യുക്സറൂൻ. ഈ ആയത്ത് അവതീർണമാകുമ്പോൾ 5 നേരത്തെ സമയനിർണയമായ നമസ്കാരമില്ല. ഇനി നിങ്ങൾ ഓർത്ത് നോക്കൂ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ദീർഘമായ ആയത്ത് എന്താണ്? അത് സാമ്പത്തുമായി ബന്ധപ്പെട്ട കടം കൊടുക്കുക, എഴുതി വെക്കുക. സൂറത്തുദ്ദൈൻ എന്ന ആയത്തുദ്ദൈൻ, കടവുമായി ബന്ധപ്പെട്ട ആയത്ത് എന്നാണ് അതിന് പേര് തന്നെ. ഏറ്റവും ദീർഘമായ ആയത്ത് സമ്പത്തുമായി ബന്ധപ്പെട്ട കടം കൊടുക്കുന്ന, എഴുതി വെക്കുന്ന സാക്ഷികളുമായി ബന്ധപ്പെട്ടതാണെന്നർത്ഥം. ഇനി നിങ്ങൾ ഓർത്ത് നോക്കൂ, അനന്തരാവകാശ നിയമത്തിൻ്റെ സൂക്ഷ്മങ്ങളായ കാര്യങ്ങൾ ഖുർആനിലുണ്ടല്ലോ. അതേസമയം നമസ്കാരത്തിൻ്റെ റക്അത്തുകളുടെ എണ്ണമുണ്ടോ? സുജൂദിൻ്റെ വിശദീകരണമുണ്ടോ? സുബഹി 2 റക്അത്ത്, ദുഹർ 4 റക്അത്ത്, അസർ 4 റക്അത്ത്, മഗ്‌രിബ് 3 റക്അത്തുണ്ടോ? ഇല്ല. എങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടത് ഖുർആനിലുണ്ടോ? എങ്ങനെയാണ് റുക്കൂ എന്ന ഖുർആനിലുണ്ടോ? ഇല്ല. അതേ സമയത്ത് അനന്തരാവകാശത്തിൻ്റെ സൂക്ഷ്മമായ കാര്യങ്ങളുണ്ടായ ശേഷം ഇത് അള്ളാഹുവിൻ്റെ വിധികളാണ്, അത് നിങ്ങൾ പാലിക്കണമെന്ന് ശക്തിയായി താക്കീത് ചെയ്തു. അപ്പോൾ അത് കൃത്യമായി വിശുദ്ധ പലിശയെപ്പറ്റി പറഞ്ഞു, എല്ലാറ്റിനെക്കുറിച്ചും ഖുർആൻ പറഞ്ഞു. ആ സമ്പത്തിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു. പറയാനുള്ള കാരണം എന്താണ്? സമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരാവകാശം അള്ളാഹുവിനാണ്, അള്ളാഹു പഠിപ്പിക്കുകയുണ്ടായി എന്നർത്ഥം. ഇതാണ് സാമ്പത്തിക രംഗത്തെ തൗഹീദ്. അത് നിസ്സാരമെന്ന് തോന്നുന്ന കാര്യം പോലും ഗുരുതരമായാണ് പറഞ്ഞത്. എത്രത്തോളം വെച്ചാൽ സമ്പത്ത് ഹലാലല്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളുടെ പ്രാർത്ഥന സ്വീകരിക്കില്ല, ഹജ്ജ് സ്വീകരിക്കില്ല. ഒരു മനുഷ്യയെക്കുറിച്ച് നബി തിരുമേനി പറഞ്ഞ അയാൾ ഇങ്ങനെ 2 കൈ ഉയർത്തി യാ റബ്ബി യാ റബ്ബി യാ റബ്ബി എന്ന് പറയുന്നു. വന്നാ യുസ്തജാബു ഹദാ, എങ്ങനെ ഉത്തരം കിട്ടാനാണ്? തിന്നുന്ന മക്കളു ഹറാം, മഷ്റബ് ഹറാം, തിന്നോ കുടിക്കുന്നതും ഹറാം, വസ്ത്രം ധരാ ഹറാം, വളർത്തപ്പെട്ട ഹറാമിൽ സ്വീകരിക്കുകയില്ല പ്രാർത്ഥനകളൊന്നും എന്നാണ് പറയുന്നത്. അത്രയേറെ മർമ്മപ്രധാനമാണ് സാമ്പത്തിക കാര്യം. അത് തൗഹീദും ശിർക്കുമായി ഇങ്ങനെ ബന്ധപ്പെട്ടു. അപ്പോൾ ചിലർ ചോദിച്ചേക്കാം, അങ്ങനെയാണെങ്കിൽ പലിശ വാങ്ങൽ ഹറാമാണോ ഷിർക്കാണോ? കൈക്കൂലി വാങ്ങൽ ഹറാമാണോ ഷിർക്കാണോ? അത് ഹറാമല്ലേ ആകുള്ളൂ, അതെങ്ങനെ ഷിർക്കാകാം? ഹറാമാവുന്ന സന്ദർഭമുണ്ട്, ഷിർക്കാവുന്ന സന്ദർഭമുണ്ട്. സ്വത്ത് എൻ്റേതാണ്, എൻ്റെ ഇഷ്ടം പോലെ സമ്പാദിക്കും, ഇഷ്ടം പോലെ കൈവശം വെക്കും, ഇഷ്ടം പോലെ ചെലവഴിക്കും എന്ന വിശ്വാസത്തോടു കൂടി ചെയ്താൽ ഷിർക്കാണ്. അഥവാ അതിനെ നിശ്ചയിക്കുന്ന എന്താണ്? എന്താണ് ഇതിൻ്റെ പിന്നിൽ? അതിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? അതിൻ്റെ വിശ്വാസം എന്താണ് എന്നാണ്. സ്വത്ത് എൻ്റേതാണ്, ഞാൻ ഇഷ്ടം പോലെ സമ്പാദിക്കും, ഇഷ്ടം പോലെ കൈവശം വെക്കും, ഇഷ്ടം പോലെ ചെലവഴിക്കും എന്ന വിശ്വാസത്തോടു കൂടിയാണെങ്കിൽ അതായിരുന്നു മദിയൻ സമൂഹത്തിൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് പറഞ്ഞത് അസ്വലാത്തുക എന്നുണ്ട്, അസ്വലവാത്തുക എന്ന 2 പറയാനുണ്ട്. അസ്വലവാത്തുക തേമുറുക്കാൻ നെത്തുറുക്കമായ ഷുഐബേ,
നിൻ്റെ നമസ്കാരമാണോ ഞങ്ങളുടെ പൂർവികന്മാർ ആരാധിച്ചിരുന്നവൻ ഞങ്ങൾ ആരാധിക്കാൻ പാടില്ല എന്നും ഞങ്ങളെ സ്വത്ത് ഞങ്ങളെ ഇഷ്ടം പോലെ ഞങ്ങൾ ചെലവഴിക്കാൻ പാടില്ല എന്നും നിന്നോട് പറയുന്നത്. വളരെ വ്യക്തമാണ്. രണ്ട് ഷിർക്ക്, ഒന്ന് ആരാധന രംഗത്തെ ഷിർക്ക്, മറ്റേ സാമ്പത്തിക രംഗത്തെ ഷിർക്ക്. നിങ്ങൾ ഓർത്ത് നോക്കൂ, ഞാൻ ഈ ചുമരിൽ പാമ്പിൻ്റെ ചിത്രം വരച്ചാൽ അതൊരു കേവലം ചിത്രമാണ്. പക്ഷേ ഞാൻ നാഗദേവതയെ പ്രതിനിധീകരിച്ച ഒരു ചിത്രം വരച്ചാലോ അത് ഷിർക്കാണ്. ഞാൻ വീട്ടിൻ്റെ മുന്നിൽ ഒരു കല്ല് കുഴിച്ചിട്ടാൽ അത് കേവലം ഒരു കല്ലാണ്. അതേസമയം അതൊരു പ്രതിമയോ പ്രതിഷ്ഠയോ ആണെങ്കിലോ അത് ഷിർക്കാണ്. മനസ്സിലായല്ലോ? അതുപോലെ പലിശ എന്ന് സാധാരണ ഹറാമാണ്. പക്ഷേ സ്വത്ത് എൻ്റേത് ഇഷ്ടം പോലെ സമ്പാദിക്കുമെന്ന് വിശ്വസിച്ച് വാങ്ങിയാൽ, കൈക്കൂലി വാങ്ങിയാലും പലിശ വാങ്ങിയാലും ഷിർക്കാണ്. ഇതാണ് വ്യത്യാസം. ഇനി കുടുംബജീവിതത്തിലേക്ക് ഒന്ന് നോക്കൂ. എന്താണ് കുടുംബജീവിതം? ഞാൻ എൻ്റെ മാതാപിതാക്കളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്? എൻ്റെ കുടുംബിനിയോടും കുട്ടികളോടും എങ്ങനെയാണ് പെരുമാറേണ്ടത്? എൻ്റെ ജ്യേഷ്ഠാനുജന്മാരോട് സഹോദരീ സഹോദരന്മാരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്? ഇത് തീരുമാനിക്കാനുള്ള പരമാധികാരം അള്ളാഹുവിനാണ്. കുടുംബം എന്ന് അതുകൊണ്ട് തന്നെ ഒരു ദൈവിക സ്ഥാപനമാണ്. അള്ളാഹു സുബ്ഹാനഹു സ്വന്തം പേരാണ് കുടുംബത്തിന് നൽകിയത്. ഉമ്മയുടെ ഗർഭാശയത്തിന് നൽകിയത് അള്ളാഹിൻ്റെ പേരാ, റഹ്മ്. ഉമ്മയുടെ ഗർഭാശയത്തിന് നൽകിയ പേര് റഹ്മ്, കുടുംബത്തിന് നൽകിയ പേര് റഹ്മ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, സിംഹാസനവുമായാണ് റഹ്മ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് 5 നേരത്തെ നിർബന്ധ നമസ്കാരം, സമയനിശ്ചിതമായ നമസ്കാരം നിശ്ചയിക്കപ്പെടുന്നതിന് മുമ്പാണ് മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞത്. വഖദാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹു ബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ അഹദുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹറുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമ. പിന്നെ ആയത്ത് ദീർഘമായി പോകുന്നുണ്ട്. അത് വസൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത്തു ഉമ്മുഹു അന്നലാ വനി ഫിസാലു ഫി ആമൈൻ അനിഷ്കുൽ ലീ വലി വാലിദൈക. അള്ളാഹ്ക്ക് അന്യാണിക്കുക, മാതാപിതാക്കൾക്ക് അന്യാണിക്കുക. അള്ളാഹു വെച്ചിരിക്കുന്നു, അവന് മാത്രമേ വഴിപ്പെട്ട് ജീവിക്കാവൂ. മാതാപിതാക്കൾ നല്ല രീതിയിൽ വർത്തിക്കണം. മാതാപിതാക്കളുടെ നിലപാട് എന്തായിരിക്കണമെന്ന് തീരുമാനിക്കാതെ എൻ്റെ അമ്മാനോടും ഉപ്പാനോടും എനിക്ക് തോന്നിയ പോലെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ ശിർക്കാം. അത് പറ്റൂല. നിൻ്റെ ഉമ്മയോടും നിനപ്പയോടും എങ്ങനെ പെരുമാറണം, എന്തായിരിക്കണം സമീപനം തീരുമാനിക്കാൻ അധികാരം അള്ളാഹുവിനാണ്. അവനെ പഠിപ്പിച്ചിരിക്കുന്നു. അവൻ പറഞ്ഞതുപോലെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എൻ്റേതാണ് ഉമ്മി, ഞാൻ ചെയ്തോളാം, എനിക്കിഷ്ടമുള്ള തീരുമാനിച്ചോളാം പറയാൻ പറ്റില്ല. എൻ്റെ കുടുംബിനിയാണ്, എൻ്റെ കുട്ടികളാണ്, ഞാൻ തോന്നിയ പോലെ ഞാൻ ചെയ്തോളാം എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ചെയ്തിരുന്ന അറബികൾ അതുകൊണ്ട് പെൺകുട്ടികളെ ജീവനോടെ കുടിച്ചു മൂടിയിരുന്നു. അവിടെ ഇടപെട്ടുകൂടാൻ കുത്തിലെത്താൻ ചോദിച്ചു. സ്വന്തം കുഞ്ഞുങ്ങളെ ദാരിദ്ര്യം ഭയന്ന് കൊന്നിരുന്നു. അവിടെ പറഞ്ഞ ഒലാത്തക്കുലു ഔലാദക്കും ഹഷ്യത്തെയും ഡാക്ക്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്ന ഒറ്റ കാര്യമാണ്, സ്വന്തം കുടുംബത്തിൻ്റെ കാര്യം എങ്ങനെയാവണമെന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരം അല്ലാഹുവിനാണ്. അതുകൊണ്ട് വിശദമായി പഠിപ്പിച്ചു. സ്ത്രീ പുരുഷ ബന്ധം വിവിധമായിരിക്കണം, അത് വിവാഹത്തിലൂടെ മാത്രമേ ദാമ്പത്യബന്ധം പാടുള്ളൂ എന്ന് പഠിപ്പിച്ചു. കണിശമായ നിയമങ്ങൾ നൽകി. വിവാഹമോചനത്തെ പറ്റിയൊരു അധ്യായമുണ്ട്, ത്വലാഖ് എന്നൊരു അധ്യായമുണ്ട്. അതിന് വ്യവസ്ഥ പറഞ്ഞ ശേഷം ഒത്തിരിക്ക ഹുദൂദുല്ലാഹ്, അള്ളാഹു നിശ്ചയിച്ച പരിധിയാണ്. ആരെങ്കിലും അത് ലംഘിച്ചാൽ അവൻ കുറ്റക്കാരനാണെന്ന് പഠിപ്പിക്കുകയും ചെയ്തു. എത്രയെത്ര ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നിർദ്ദേശം നൽകി. ഇപ്പോൾ വിവാഹം, ദാമ്പത്യ ജീവിതം, കുടുംബം, വിവാഹമോചനം, ഇതെല്ലാം എவ்விதമായിരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചു. കാരണം അത് എങ്ങനെയാണ് തീരുമാനിക്കാനുള്ള അധികാരം അല്ലാഹുവിനാണ്. ഇനി എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ ആയിക്കോട്ടെ തൗഹീദ് ശിർക്കും ഒരാൾക്കുണ്ടാകാം, നടത്തത്തിനുണ്ടാകാം. അതുകൊണ്ടല്ലേ ഖുർആൻ 4 നടത്തം പഠിപ്പിച്ചു. നടക്കാൻ ഹിന്ദുവും നടക്കും, മുസ്ലിമും നടക്കും, വിശ്വാസി നടക്കും, അവിശ്വാസി നടക്കും. എന്നിട്ട് എന്തിനാണ് 4 വിശുദ്ധമാണ് പഠിപ്പിച്ചത്, നടത്തം പഠിപ്പിച്ചത്? അതും നമസ്കാരത്തിൻ്റെ വിശദാംശങ്ങളില്ലാത്ത ഖുർആൻ 5 വക്ത് സമയനിർണിതമായ നമസ്കാരം പഠിപ്പിക്കുന്നതിന് മുമ്പ് ഖുർആൻ നടത്തം പഠിപ്പിച്ചു. കാരണം തൗഹീദിന് അർത്ഥമുണ്ട്, ഷിർക്കിന് അർത്ഥമുണ്ട്. എന്താ തൗഹീദിന് അർത്ഥം? അത് അള്ളാഹുവിൻ്റെ ദാസനാണ് ഞാൻ എന്ന ബോധത്തോടുള്ള വിനയത്തോടുള്ള നടത്തമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞു, ഒക്സുദീം ഫി മഷീക, നീ നടത്തത്തെ മിതത്വം പാലിക്കുക, വലാ തംശി ഫിൽ മർഹ, അഹങ്കാരത്തോട് നടക്കരുത്. മറ്റൊരു സ്ഥലത്ത് രൂക്ഷമായി പരിഹരിച്ചു സൂറത്തുൽ ഇസ്രായിൽ, വലാ തംശി ഫിൽ മർഹ ഇന്നക ലൻ തഖ്രികൽ അർള വലൻ തബുലുൽ ജിബാല തൂല, നീ ഭൂമിയിൽ വിനയത്തോടെ നടക്കൂ. നീ തല എത്ര ഉയർത്തി നടന്നാലും ആകാശത്തോളം മലയോളം നിൻ്റെ തല ഉയരൂല. അള്ളാഹുവിൻ്റെ സച്ചരിതരായ അടിമകളെ കുറിച്ച് പറഞ്ഞു, അത് നടക്കുമ്പോൾ അവർ മിതത്വം പാലിക്കും. അവർ എന്തായാലും പൊങ്ങച്ചം കാണിക്കുകയില്ല. ഒയ്താ മറു ബില്ലായി മറു കിറാമ, മാന്യമായിട്ട് അവർ നടക്കുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമാണ്,
നടത്തത്തിലുണ്ട്. ഇനി ശിർക്കിനർത്ഥോ കല്ലാ ഇന്നൽ ഇൻസാൻ തനിക്ക് താൻ പോന്നവനാണ്, എന്നെ ആരും നിയന്ത്രിക്കേണ്ട. നിങ്ങളെ പടച്ചോനും വേണ്ട, നിങ്ങളെ പ്രവാചകനും വേണ്ട, നിങ്ങളെ ഖുർആനും വേണ്ട, നിങ്ങളെ സുന്നത്തും വേണ്ട, ഞാൻ എനിക്ക് തോന്നിയ പോലെ നടക്കും, തോന്നിയ പോലെ ജീവിക്കുമെന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്. അതാണ് ദേഹേച്ഛ ദൈവമാക്കുക. സ്വന്തം ദേഹേച്ഛ ദൈവമാക്കിയവൻ. തിന്നാൻ തോന്നുമൊക്കെ തിന്നാം, കുടിക്കണം തോന്നുമൊക്കെ കുടിക്കാം, പറയാൻ തോന്നിയെല്ലാം പറയാം, ചെയ്യാൻ തോന്നിയെല്ലാം ചെയ്യാം. അങ്ങനെ സ്വന്തം ഇച്ഛയെ ദൈവമാക്കിയവനാണവൻ. താൻ തോന്നിയെന്ന് മലയാളത്തിൽ നമ്മൾ പറയും. അവനെക്കുറിച്ച് ആ ഖുർആൻ പറഞ്ഞത് സ്വന്തം ഇച്ഛയെ ദൈവമാക്കിയവൻ, ഇലാഹാക്കിയവൻ. ഖുർആൻ നിരവധി സ്ഥലങ്ങളിൽ ഹവയെ അനുസരിച്ച് അവയ്ക്ക് വിധേയമായി ജീവിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ ഹവയെ ദൈവമാക്കുന്നവരാണ്, ദേഹേച്ഛയെ ദൈവമാക്കുന്നവരാണ് എന്നർത്ഥം. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും തൗഹീദുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഇനി രാഷ്ട്രീയമോ? അവിടെയാണോ ചിലപ്പോൾ പ്രശ്നങ്ങൾ കൂടുതൽ വരാറുള്ളതാണ്. അത് മനസ്സിലാക്കേണ്ട വസ്തുത, ഇസ്ലാമിൻ്റെ വളരെ മൗലിക പ്രധാനമാണ് ഇസ്ലാമിൻ്റെ രാഷ്ട്രവും ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണവും എന്നത്. ആരാധനാ കർമ്മങ്ങൾ പോലും അതിനെ പൂർണ്ണതയോട് നിർവഹിക്കണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണകൂടവും ഉണ്ടാവേണ്ടതുണ്ട്. ആരാണ് നമസ്കാരത്തിന് ഇമാമത്ത് കണ്ട്? ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭരണ ഖലീഫയാണ്, അല്ലെങ്കിൽ അദ്ദേഹം നിശ്ചയിക്കുന്ന ഗവർണറാണ്, അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. ഗൾഫ് നാടുകളിലും ഇസ്ലാം ഒന്നും ഇല്ല, എന്നാലും ഇക്കാര്യത്തിലുണ്ട്. ഔക്കാഫ് മിനിസ്ട്രിയാണ് അവിടെ അത് നിശ്ചയിക്കുക. ആരാണ് ഖുത്ബ നടത്തേണ്ടത്? ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഖലീഫയാണ്, അല്ലെങ്കിൽ അവരുടെ പ്രതിനിധിയായ ഗവർണറാണ്, അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന അവരുടെ പ്രതിനിധികളാണ്. ആരാണ് സക്കാത്ത് ശേഖരിച്ച് വിതരണം? ഇസ്ലാമിക ഗവൺമെൻറ്റാണ്, ഇസ്ലാമിക രാഷ്ട്രത്തിലെ ഗവൺമെൻറ്റാണ്, ഭരണകൂടമാണ് സക്കാത്ത് ശേഖരിച്ച് വിതരണം ചെയ്യേണ്ടത്. ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭരണകൂടമാണ് സക്കാത്ത് ശേഖരിച്ച് വിതരണം ചെയ്യേണ്ടതെന്നർത്ഥം. ആരാണ് മാസപ്രവൃത്തി നിശ്ചയിക്കേണ്ടത്? റമദാൻ ഒന്ന് നിശ്ചയിക്കേണ്ടത്, പെരുന്നാൾ നിശ്ചയിക്കേണ്ടത് ആരാണ് ഹജ്ജ് നിശ്ചയിക്കേണ്ടത്? ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭരണകൂടമാണ് നിശ്ചയിക്കേണ്ടത്. അഥവാ ആരാധനാ കർമ്മങ്ങൾ അതിനെ പൂർണ്ണതയോടെ തികവോടെ പെർഫെക്ഷനോടുകൂടി നിർവഹിക്കണമെങ്കിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രവും ഭരണകൂടമുണ്ട്. ഇല്ലാത്തപ്പോഴുള്ള ബദൽ സംവിധാനമാണ് നമ്മുടെ നാട്ടിലെ ഹിലാൽ കമ്മിറ്റിയും അല്ലെങ്കിൽ ഹിലാൽ കമ്മിറ്റിയും, നമ്മുടെ നാട്ടിലാവുന്ന സക്കാത്ത് കമ്മിറ്റികളും സക്കാത്ത് ഫൗണ്ടേഷനും അതുപോലെ തന്നെ പള്ളി മഹല്ല് ജമാഅത്തുമൊക്കെ ഇതില്ലാത്തപ്പോഴുള്ള ബദൽ സംവിധാനമാണ്. അതുകൊണ്ടാണ് എപ്പോഴാ സക്കാത്ത് നിർബന്ധാക്കിയത്? ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിതമായ ശേഷം. എപ്പോഴാണ് ജുമ ഉണ്ടായത്? ഹിജ്റയ്ക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു ശേഷം ഹിജ്റയോട് സ്വന്തമായി കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം. എവിടെ വെച്ചാ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട്? എവിടെ വെച്ചാ ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടത്? എല്ലാം ഇസ്ലാമിക രാഷ്ട്രവും ഭരണകൂടവും ഉണ്ടായ ശേഷമാണെന്നർത്ഥം. അതാണ് ഇസ്ലാമിക രാഷ്ട്രവും ഭരണവും സ്ഥാപിക്കാൻ ആവശ്യമായ സകലതും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വെച്ച് ചെയ്തു. അവിടെ ചെന്ന് പ്രഖ്യാപിച്ചു, റോമാ പേർഷ്യൻ സാമ്രാജ്യങ്ങൾ നിങ്ങൾക്ക് അധീനപ്പെടുമെന്ന് പറഞ്ഞു. അവിടെ വെച്ച് തന്നെ പറഞ്ഞു, സന്ന മുതൽ ഹദ്രമൗത്ത് വരെ ഒരു യാത്രാ സംഘത്തിന് നിർഭയമായി സഞ്ചരിക്കാൻ കഴിയുമെന്ന്. വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ കഅബയെടുത്താണ് വിഷമിക്കുകയാണ്. അപ്പോൾ അതാ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പ്രവാചകനെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അലാ തദൂലനാ, അള്ളാഹിൻ്റെ റസൂലേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? ഞങ്ങൾ കഷ്ടപ്പെടുന്നത് കാണാമല്ലോ, ഞങ്ങൾ കൊടിയ പീഡനങ്ങൾക്ക് ഇരയാവുന്നുവല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പ്രാർത്ഥിക്കുന്നു എന്നും പറഞ്ഞ ഇല്ല എന്നും പറഞ്ഞില്ല. നിങ്ങൾക്കും ഒരു ജനതയുണ്ടായിരുന്നു, വലിയ കിടങ്ങുഴിച്ചതിൽ കൊണ്ടുവന്ന് ഈർച്ചവാൾ കൊണ്ട് ഈർന്ന് രണ്ടായി പകുത്ത് അവർ രണ്ടായി പകുത്ത് അവരെ വേർപ്പെടുത്തുമായിരുന്നു. ഇരുമ്പുകൊണ്ടുള്ള ചീർപ്പുകൊണ്ട് ചെയ്യ അവരുടെ ശരീരത്തിൽ എല്ലും മാംസവും വേർപ്പെടുത്തുമായിരുന്നു. പക്ഷെ അതൊന്നും അവരെ അവരുടെ ആദർശത്തിന് പിന്തിരിപ്പിച്ചില്ല. അതുകൊണ്ട് അള്ളാഹുവാണ് സത്യം, ഈ ദീൻ അള്ളാഹു പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അത് പൂർത്തിയായ എന്താ സംഭവിക്കുക? ഹത്താ യസീറ റാക്കിമിൻ സന്നാ ഇലാ ഹദ്റമൗത്ത് വലാ യഖാഫു ഇല്ലല്ലാഹ് ഉദ്ദിബലാ വനമിഹി. സ്വന്ന മുതൽ ഹദ്റമൗത്ത് വരെ യാത്രാ സംഘത്തിന് അള്ളാഹുവിനെയും തൻ്റെ ആടിനെ വേട്ടയാടുന്ന ചെന്നായുമല്ലാതെ ആരെയും പേടിക്കാതെ നിർഭയമായി യാത്ര ചെയ്യാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാകും. ഇപ്പോൾ ഇസ്ലാമിക രാഷ്ട്രവും ഭരണകൂടവും ഉണ്ടായാൽ എന്താ ഉണ്ടാകുക? ഹത്താ യസീറ റാക്കിമിൻ ഹിമാലയാല കന്യാകുമാരി വലാ യഖാഫു ഇല്ലല്ലാഹു ഉദ്ദിബലാ വനമിഹി. ഹത്താ യസീറ മിൻ ജക്കാർത്ത ഇലാ വാഷിംഗ്ടൺ വലാ യഖാഫു ഇല്ലല്ലാഹു ഉദ്ദിബലാ വനമിഹി. അതാണ് ഇസ്ലാമിക വ്യവസ്ഥ സ്ഥാപിതമായാൽ ഉണ്ടാവുക. അപ്പോഴുണ്ടാവും ആര്? ബഹുദൈവ ആരാധകരുണ്ടാവും, ബഹുദൈവ വിശ്വാസികളുണ്ടാകും. അതുകൊണ്ട് ആ ഖുർആൻ പ്രവാചകനോട് തന്നെ പറയുന്നുണ്ട്,
എന്ത് വലൗ ശാ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ അഫഅൻത തുക്രിഹു നാസ ഹത്താ യകൂനു മുഅ്മിനീൻ. അള്ളാഹു ഇച്ഛിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിൽ അവനല്ല എല്ലാ ആളുകളും വിശ്വാസികളാവുമായിരുന്നു. പിന്നെ എന്തിനാണ് നീ അവരെ വിശ്വാസികളാണ് നിർബന്ധിക്കുന്നത്? അതിനാൽ ബഹുദൈവ വിശ്വാസികളും ബഹുദൈവ ആരാധകരുണ്ടാവും ഇസ്ലാമിക വ്യവസ്ഥ സ്ഥാപിതമായാലും. പിന്നെ എന്താ ഉണ്ടാവാതിരിക്കുക? അഴിമതി ഉണ്ടാവുകയില്ല, അക്രമം ഉണ്ടാവുകയില്ല, കൊലപാതകം ഉണ്ടാവുകയില്ല, വർഗീയത ഉണ്ടാവുകയില്ല, വംശീയത ഉണ്ടാവുകയില്ല, സ്വേച്ഛാധിപത്യം ഉണ്ടാവുകയില്ല, ഏകാധിപത്യം ഉണ്ടാവുകയില്ല, മർദ്ദനം ഉണ്ടാവുകയില്ല, പീഡനം ഉണ്ടാവുകയില്ല, അക്രമം ഉണ്ടാവുകയില്ല. പിന്നെ എന്താ ഉണ്ടാകുക? സുരക്ഷിതത്വം, സുഭിക്ഷത. അതാണ് പേടിയും പട്ടിയുമില്ലാത്ത സ്മോഹം. അതാണ് ഈ വ്യവസ്ഥ പുലർന്നാലുണ്ടാവുക. അപ്പോൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളെയും ഒന്നുപോലെ ചൂഴ്ന്നു നിൽക്കുന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. ഇവിധം ഈ ആദർശം ഉൾക്കൊള്ളുമ്പോഴാണ് തൗഹീദ് അതിൻ്റെ സമഗ്രതയോടെ പൂർണ്ണതയോടെ ഉൾക്കൊള്ളുക. പക്ഷേ പലരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാറുണ്ട്. ചില ഉമ്മമാർ വീട്ടിൽ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറങ്ങിക്കോ മോനെ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ അത് താരാട്ട് പാട്ട് മാത്രമാണ്. അങ്ങാടിയിൽ വെച്ച് ഒരു കയ്യിൽ ഭിക്ഷാപാത്രവും മറുകൈയിൽ ഊന്നുവടിയുമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലതും തരണമേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലക്ഷ്യം വളരെ ചെറുതാണ്. ഒരു രാഷ്ട്രീയക്കാരൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കുന്നെങ്കിൽ അതിൻ്റെ ലക്ഷ്യം മറ്റൊന്നാണ്. അതേസമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഇസ്ലാം മുന്നോട്ട് വെച്ച മുഴുവൻ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത ആദർശം എന്നത് സമൂലമായ മാറ്റമുണ്ടാക്കുന്ന, ജീവിതത്തെ അടിമുടി മാറ്റിപ്പണിയുന്ന വിപ്ലവാദർശമാണ്. ആ ആദർശം ഉൾക്കൊള്ളുമ്പോൾ അതുകൊണ്ടാണ് അല്ലാമ ഇക്ബാൽ പറഞ്ഞല്ലോ, മുല്ലയുടെ സുജൂദും വിപ്ലവകാരുടെ സുജൂദും രണ്ടാണ്. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ വാക്യം അല്ലെങ്കിൽ പള്ളിയിൽ വെച്ചുണ്ടാകുന്ന മുല്ലയുടെ ബാങ്കും വിശ്വാസിയുടെ ബാങ്കും അല്ലെങ്കിൽ വിപ്ലവകാരുടെ ബാങ്കും രണ്ടാണ്. ഒരു സാഷ്ടാംഗം 1000 സാഷ്ടാംഗത്തെ മനുഷ്യ രക്ഷിക്കുമെന്ന് പറഞ്ഞത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർണ്ണതയോട് ഉൾക്കൊള്ളുമ്പോഴുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ഉൾക്കൊണ്ടാനുള്ള പ്രത്യേകത എന്താണ്? അതാണ് മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചു. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രം. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? ജീവിതം മുഴുവനും പുണ്യകരമായി മാറും, പ്രതിഫലാർഹമായി മാറും, തൗഹീദിൽ കേന്ദ്രീകൃതമായി മാറും. ഇതാണ് ജമാഅത്തെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആദർശത്തിൻ്റെ ആദ്യ പാതി. രണ്ടാമത്തെ പാതിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന്. അതെന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല ലമൻ യകും ഫൈൻ തനാസതും ഫീ ഷൈഇൻ വറദ്ദൂഹു ഇലല്ലാഹി വറസൂൽ ഇൻ കുൻതും തുമിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, പ്രവാചകൻ അനുസരിക്കുക, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കൾ അനുസരിക്കുക. നിങ്ങൾക്ക് വല്ല അഭിപ്രായ വ്യത്യാസമുണ്ടായാലും അള്ളാഹുവിലേക്കും പ്രവാചകനിലേക്കും മടക്കുക. മാ ആതാകുമു റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. എന്തെന്നാണോ റസൂൽ കൊണ്ടുവന്നത് നിങ്ങൾ മുറുകെ പിടിക്കുക, എന്താണോ വിലക്കിയത് നിങ്ങൾ ഉപേക്ഷിക്കുക. യജിദൂന മക്തൂബ ഇൻദഹും ഫി തൗറാത്തി വൽ ഇൻജീലി യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ യുഹില്ലു ലഹും അത്ത്-തയ്യിബാത്ത് വയഹ്രിമു അലൈഹിമുൽ ഖബായിസ് വയദഉ അൻഹും ഇസ്റഹും അഗ്ലാൽ ലത്തി കാനത് അലൈഹിം. നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന, ഹലാലായത് അനുവദിക്കുന്ന, ഖബായിസുകൾ നിഷിദ്ധമാക്കുന്ന, ആളുകളെ മുതുകളെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന, ഭാരം ഇറക്കി വെക്കുന്ന, ചങ്ങലക്കെട്ട് അഴിച്ചു മാറ്റുന്ന വിമോചകനായ പ്രവാചകൻ. ആ പ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അനുസരിക്കുക എന്നതാണ്. അഥവാ നിരുപാധികമായി അള്ളാഹുവിൻ്റെ അള്ളാഹു ലഭിക്കുന്ന ബോധമനുസരിച്ചാണ് പ്രവാചകൻ കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് പ്രവാചകനെ അള്ളാഹുവിൻ്റെ പ്രവാചകനെ അനുസരിക്കുക. ഒമൻ യുതീർ റസൂല ഫഖദ് അതാ അല്ലാഹ്. ആര് പ്രവാചകനെ അനുസരിച്ചോ അവൻ അള്ളാഹുവിനെ അനുസരിച്ചു. അതിനാൽ അള്ളാഹുവിൻ്റെ പ്രവാചകനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അനുസരിക്കുക എന്നതാണ്. അവിടെ നമുക്ക് വിസ്മയകരമായ ഒരു വ്യക്തിത്വത്തെയാണ് പ്രവാചകൻ നമുക്ക് കാണാൻ കഴിയുക. നിങ്ങളോർത്തോക്ക് ലോകത്ത് ഒരുപാട് നേതാക്കളുണ്ട്, അവിടെ ജീവചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്. ഗാന്ധിജിയെക്കുറിച്ച് നന്നായി പഠിച്ച് ജീവിതത്തിനെ മുഴുവൻ പഠിച്ചാലും ടോയ്ലറ്റിൽ പോകുമ്പോൾ ഗാന്ധി ഏത് കാലമാണ് ആദ്യം എടുത്ത് വെച്ചെന്ന് ആർക്കെങ്കിലും അറിയോ? കാർൽ മാർക്സിനെ കുറിച്ച് നന്നായി പഠിച്ച മാർക്സിസ്റ്റുകാരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, മാർക്സ് ഏത് ഭാഗത്താണ് പള്ളി വെച്ചിരുന്ന് അറിയോ? അതല്ലെങ്കിൽ നിങ്ങൾ ബർട്രാൻഡ് റസ്സൽ എന്ന മനുഷ്യാവകാശവാദിയെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചു നോക്കൂ, അദ്ദേഹം മുടി ചീരുന്ന ഏത് ഭാഗത്തിനായിരുന്നു ആർക്കെങ്കിലും അറിയുമോ? ആർക്കും അറിയയില്ല. അങ്ങനെയുള്ള ഏതെങ്കിലും വ്യക്തി അവിധം അനുധാവനം ചെയ്യണമെന്ന് നിർബന്ധമുള്ള ഒരു അനുയായികളും ആർക്കുമില്ല. അതേസമയം ഇന്ന് ലോകത്തിലെ 170 കോടി മനുഷ്യർ നേരം പുലർന്നപ്പോൾ പറഞ്ഞത് ഒരേ വാചകമാണ്.
അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ വഇലൈഹിൻ നുശൂർ. അവർ പ്രാഥമിക ആവശ്യത്തിന് വേണ്ടി ടോയ്ലറ്റിൽ പോയപ്പോൾ എല്ലാവരും ആദ്യം എടുത്തു വെച്ച ഇടതുകാലാണ്. പറഞ്ഞത് ഒരേ പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ്. തിരിച്ചു വന്നപ്പോൾ എടുത്തു വെച്ച വലതുകാലാണ്. പറഞ്ഞ ഒരേ വാചകമാണ്. അഥവാ ലോകത്തിലെ 170 കോടി മനുഷ്യർ നടത്തം, ഇരുത്തം, കിടത്തം, ഉറക്കം, ഉണർച്ച, സ്വഭാവം, സമീപനം, സംസ്കാരം, നാഗരികത, കുടുംബം, രാഷ്ട്രീയം, സാമ്പത്തികം, സാമൂഹ്യം എല്ലാറ്റിനും അത്ഭുതകരമായി നിയന്ത്രിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വമാണ്. ആ പ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും അനുധാവനം ചെയ്യുക. നിങ്ങൾക്ക് പ്രവാചകൻ ഉത്തമമായ മാതൃകയുണ്ട്. അങ്ങനെ പ്രവാചകൻ അനുസരിച്ച് അള്ളാഹുവിന് വിധേയമായി മാറുക എന്നതാണ് രണ്ടാമത്തെ മുഹമ്മദ് റസൂലുള്ളാഹി എന്നതിന് താല്പര്യം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ആദർശത്തിൻ്റെ സത്ത എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളും അള്ളാഹുവിനെ മാത്രം പരമാധിപത്യം അംഗീകരിച്ച് അള്ളാഹു അവൻ്റെ പ്രവാചകനിലൂടെ പ്രയോഗവൽക്കരിച്ച ജീവിത വ്യവസ്ഥ ദീന് അനുധാവനം ചെയ്യണമെന്നതാണ് അതിൻ്റെ അടിസ്ഥാന ആദർശം. അതിന് ലംഘനമാണ് ശിർക്ക് എന്നത്. അതിനാൽ ജീവിതത്തിന് ആരാധന രംഗത്തെ ശിർക്കുണ്ട്, സാമ്പത്തിക രംഗത്തെ ശിർക്കുണ്ട്, കുടുംബജീവിതത്തിൽ ശിർക്കുണ്ട്, നടത്തത്തിൽ ശിർക്കുണ്ട്, വ്യക്തിജീവിതത്തിൽ ശിർക്കുണ്ട്, രാഷ്ട്രീയത്തിൽ ശിർക്കുണ്ട്, സമൂഹത്തിൻ്റെ എല്ലാ ജീവിത തലങ്ങളിലും തൗഹീദും ശിർക്കുമുണ്ട്. അതിനാൽ ജീവിതത്തിലെ മുഴുവൻ മേഖലകളും തൗഹീദ് അനുസരിച്ചായിരിക്കണമെന്നും എല്ലാം പ്രവാചകൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് അധ്യാപനങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്നുമാണ് ഈ ആദർശത്തിൻ്റെ അടിസ്ഥാനപരമായ താല്പര്യം. ആ അർത്ഥത്തിൽ ഈ ആദർശത്തെ ഉൾക്കൊള്ളുമ്പോഴാണ് ഇതൊരു വിപ്ലവകരമായ ആശയമായി മാറുക. ഇവിധം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പറയുന്നവർ ദുർബലമാണെങ്കിലും അത് എല്ലാ അക്രമികളെയും, ഏകാധിപതികളെയും, സ്വേച്ഛാധിപതികളെയും, മർദ്ദകരെയും അസ്വാസ്ഥ്യപ്പെടുത്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നൊരൊറ്റ മനുഷ്യൻ ഇറാഖിൽ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പിതാവിനെയും കുടുംബത്തെയും മാത്രമല്ല നമ്രൂദിനെ അസ്വാസ്ഥ്യപ്പെടുത്തി, നമ്രൂദിൻ്റെ ഉറക്കം കെടുത്തി. മൂസാ അലൈഹിസ്സലാം എന്ന അടിമകളുടെ ഇടയിൽ നിന്ന് കടന്നു വന്ന മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ അന റബ്ബുക്കുമുൽ അഅ്ലാ എന്ന് പറഞ്ഞ ഫറവോൻ്റെ സ്വൈരനിന്ദനക്ക് വിഘാതം സംഭവിച്ചു. അനാഥ ബാലനായിരുന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ കുത്തക കുലാക്കുളായിരുന്ന അബൂജാലും അബൂലഹബും ഉത്ബത്തും ഷൈബത്തും ഞെട്ടിവിറച്ചു. റോമാ പെർഷ്യൻ സാമ്രാജ്യങ്ങൾ മാറ്റം അനിവാര്യമാണെന്ന് അവർക്കും ബോധ്യമായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിൻ്റെ പൂർണ്ണതയോടുകൂടി ഉൾക്കൊണ്ട് പ്രബോധനം ചെയ്യുന്ന പ്രസ്ഥാനം എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സവിശേഷത. അതാണ് അതിൻ്റെ ആദർശപരമായ പ്രത്യേകത. ആ അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ പറഞ്ഞതുപോലെ, അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചതുപോലെ, ഖുർആൻ നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചതുപോലെ ഈ ആദർശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഈ സന്ദർഭത്തിൽ വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ വിഷയകമായുള്ള നിങ്ങളുടെ എല്ലാ അന്വേഷണങ്ങളും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇൻഷാ അല്ലാഹ്. ആ അർത്ഥത്തിൽ നമുക്ക് ഈ വശം, അഥവാ ഇത് എല്ലാ വിശ്വാസികളെയും അവിശ്വാസികളെയും വേർതിരിക്കുന്ന മൗലിക ഘടകം എന്ന നിലയിൽ ഇസ്ലാം ഇതിനെ നിരാകരിക്കാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ടെന്ന് ഈ ആദർശത്തെ വിവിധം ഉൾക്കൊള്ളണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ പരിപാടി ഒരു ഓൺലൈൻ പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ ഈ ഓൺലൈൻ നടക്കുന്ന പ്രഭാഷണങ്ങളിൽ കേട്ടുകൊണ്ട് സംശയങ്ങൾ ചോദിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നേരത്തെ സോഷ്യൽ മീഡിയ വഴി നമ്മൾ വരാൻ പോകുന്ന ഈ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങൾ അറിയിക്കുകയും സംശയങ്ങൾ സ്വീകരിക്കുകയും ചെയ്തത്. അടിസ്ഥാനത്തിൽ ധാരാളം സുഹൃത്തുക്കൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശത്തെക്കുറിച്ചും നയനിലപാടുകളെക്കുറിച്ചുമൊക്കെയുള്ള ചോദ്യങ്ങൾ തന്നിരുന്നു. കിട്ടിയ ചോദ്യങ്ങളിൽ നിന്ന് ആവർത്തനങ്ങൾ ഒഴിവാക്കി സംശീകരിച്ച ചോദ്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്. ബഹുമാന്യനായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അവർകൾ ഈ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, ജമാഅത്തെ ഇസ്ലാമി ഒരു ആത്മീയ സംഘടനയാണോ അതല്ല ഒരു രാഷ്ട്രീയ സംഘടനയാണോ? ഞാൻ എൻ്റെ പ്രഭാഷണം സൂചിപ്പിച്ചതുപോലെ ജീവിതത്തെ വ്യത്യസ്തങ്ങളായ കഷ്ണങ്ങളായി മുറിക്കുന്ന ഒന്നല്ല ഇസ്ലാമിക വ്യവസ്ഥ. ജീവിതത്തെ അതൊരു ഏകകമായാണ് കാണുന്നത്, ജീവിതത്തെ ഒന്നായാണ് കാണുന്നത്.
അതിനാൽ മുഴു ജീവിത മേഖലകളിലേക്കുമുള്ള വ്യവസ്ഥയാണ് ഇസ്ലാം. അതിൽ ആത്മീയതയുണ്ട്, സാമ്പത്തിക സമീപനങ്ങളുണ്ട്, കുടുംബകാര്യങ്ങളുണ്ട്, വ്യക്തിപരമായ ജീവിതത്തിൻ്റെ കാര്യങ്ങളുണ്ട്, വിശ്വാസ കാര്യങ്ങളുണ്ട്, ആരാധനാ കാര്യങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, രാഷ്ട്രീയമുണ്ട്, ഭരണമുണ്ട്. അതിനാൽ ഇസ്ലാമിനെ ഒരു സമഗ്ര ജീവിത വ്യവസ്ഥ എന്ന നിലയിൽ, ഒരു ഏകമായ ജീവിത വ്യവസ്ഥ എന്ന നിലയിലാണ് അതിനെ ജമാഅത്ത് ഇസ്ലാമി കാണുന്നത്. ഇസ്ലാം അങ്ങനെയാണ് കാണുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമി എന്നത് ഒരു സമഗ്ര ഇസ്ലാമിക പ്രസ്ഥാനമാണ്. അതിൽ ആത്മീയതയുണ്ട്, രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്, രാഷ്ട്രീയ ഊന്നലുകളുണ്ട്, സാമ്പത്തിക കാഴ്ചപ്പാടുകളുണ്ട്, സാമൂഹിക ജീവിതമുണ്ട്, സാംസ്കാരിക വ്യവസ്ഥയുണ്ട്, എല്ലാമുണ്ട്. എല്ലാം ഉൾക്കൊള്ളുന്ന സമഗ്രമായ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. സമഗ്ര ജീവിതത്തെ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. എന്നാൽ ജനാധിപത്യം ഇസ്ലാമിക വിരുദ്ധമാണ്, അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന മൗദൂദിയുടെ വാദം അപകടകരമല്ലേ? ജനാധിപത്യത്തെ സംബന്ധിച്ച അതിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്, അതിന് രീതിശാസ്ത്രവുമുണ്ട്. ജനാധിപത്യത്തിൻ്റെ താത്വിക അടിസ്ഥാനത്തെ ഏതൊരു ദൈവവിശ്വാസിക്കും അംഗീകരിക്കാൻ കഴിയില്ല. അതെന്താണ്? ശരിയും തെറ്റും നന്നായി മനസ്സിലാക്കണം. ശരിയും തെറ്റും, നന്മയും തിന്മയും, നീതിയും അനീതിയും, ധർമ്മവും അധർമ്മവും, വേണ്ടതും വേണ്ടാത്തതും തീരുമാനിക്കാനുള്ള പരമാധികാരം ജനങ്ങൾക്കാണ് എന്നതാണ് ജനാധിപത്യത്തിൻ്റെ താത്വിക അടിത്തറ. ഇതൊരു ദൈവവിശ്വാസിക്ക് അംഗീകരിക്കാൻ കഴിയുമോ? ശരിയും തെറ്റും, സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരു ഹിന്ദു സഹോദരന് ഇത് അംഗീകരിക്കാൻ കഴിയുമോ? ഒരു ക്രൈസ്തവ വിശ്വാസിക്ക് ഇത് അംഗീകരിക്കാൻ കഴിയുമോ? ഒരു മുസ്ലിം എന്തായാലും സാധ്യമല്ല. ശരിയും തെറ്റും, നന്മയും തിന്മയും, ധർമ്മവും അധർമ്മവും, നീതിയും അനീതിയും, വേണ്ടതും വേണ്ടാത്തതും തീരുമാനിക്കാനുള്ള പരമാധികാരം ജനങ്ങൾക്കാണ് എന്ന തത്വത്തെ സെയ്ദ് മൗദൂദി മാത്രമല്ല ഏതൊരു സത്യവിശ്വാസിയും നിരാകരിക്കാൻ, തള്ളിക്കളയാൻ ബാധ്യസ്ഥനാണ്. അതേസമയം ഒരു രാജ്യം ഭരിക്കേണ്ടതാണ്. ഭരിക്കേണ്ട ഏകാധിപതിയല്ല, സ്വേച്ഛാധിപതിയല്ല, പട്ടാള മേധാവിയല്ല, ചക്രവർത്തിയല്ല, രാജാവല്ല. ആരാ ഭരിക്കേണ്ടത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരിയാണ്. ഇത് ഇസ്ലാമിൻ്റെ അടിത്തറയാണ്. ആധുനിക ജനാധിപത്യം രൂപം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹുവിൻ്റെ കാലത്ത് ഖുർആൻ പറഞ്ഞതാണിത്. വഷാവിറും ഫില്ലംറെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി തിരുമേനിക്ക് നിർദ്ദേശം നൽകി. കാര്യങ്ങൾ ജനങ്ങളോട് കൂടിയാലോചിച്ച് തീരുമാനിക്കണം. സത്യവിശ്വാസികളെക്കുറിച്ച് പറഞ്ഞു അംറും ഷൂറാ ബൈനഹും, കാര്യങ്ങൾ അവർ പരസ്പരം കൂടിയാലോചിച്ച് തീരുമാനിക്കുന്നവരാണ്. അതിനാൽ ജനാധിപത്യത്തിൻ്റെ രീതിശാസ്ത്രമായ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കൽ, ഭരണകാര്യങ്ങൾ കൊണ്ടു നടത്തുമ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുക എല്ലാം കൂടിയാലോചനയിലായിരിക്കണം. പക്ഷേ ശരിയും തെറ്റും, നന്മയും തിന്മയും, നീതി അനീതിയും തീരുമാനിക്കാൻ അധികാരം അള്ളാഹുവിന് മാത്രമാണ്. ഇത്തരം ചില നിയന്ത്രണങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. ഇന്ത്യൻ ഭരണഘടന നമ്മുടെ പാർലമെൻറ്റിൽ 51% ഭൂരിപക്ഷമുണ്ടായാൽ മാറ്റാൻ പറ്റാത്ത ചില നിയമങ്ങളുണ്ട്. അതിൻ്റെ അർത്ഥം ചില നിയമങ്ങൾ ന്യൂനപക്ഷ പ്രകാരം തീരുമാനിക്കാൻ പാടില്ല എന്നാണ്. അതിനാണ് മൗലികാവകാശങ്ങൾ എന്ന് പറയുക. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് 51% ഭൂരിപക്ഷമുള്ളവരോട് മാറ്റാൻ പറ്റുകയില്ല. 3/2 ഭൂരിപക്ഷമുണ്ടെങ്കിൽ മാറ്റാവുന്ന ചില വകുപ്പുകളുണ്ട്. പാർലമെൻറ്റ് 3/2 ഭൂരിപക്ഷമുണ്ടായാലും അസംബ്ലികളുടെ പിൻബലമില്ലാതെ മാറ്റാൻ പറ്റാത്ത ഭരണഘടനാ വ്യവസ്ഥകളുമുണ്ട്. അതിൻ്റെ അർത്ഥം ചില നിയമങ്ങൾക്ക് പ്രത്യേകത ഉണ്ട് എന്ന് തന്നെയാണ്. നമ്മുടെ പാർലമെൻറ്റ് തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് സാധാരണ നിയമങ്ങളെക്കാളേറെ മൗലികാവകാശങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. അത് സാധാരണ പോലെ മാറ്റാൻ പാടില്ല, സാധാരണ സാഹചര്യത്തിൽ മാറ്റാൻ പാടില്ല. അപ്പോൾ അതേസമയം ഇസ്ലാം ഒന്നുകൂടി മുന്നോട്ട് വച്ചു, ശരിയും തെറ്റും ധർമ്മം അധർമ്മം തീരുമാനിക്കാൻ മനുഷ്യ ഒരിക്കലും അവകാശമില്ല. അത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടുള്ളൂ. ആദ്യത്തെ മനുഷ്യ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ തന്നെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നു. ഫൈമാ യേത്തി അന്നക്കും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹുവിന് മാർഗദർശനം വരും. ശരിയും തെറ്റും തീരുമാനിക്കേണ്ട പടച്ചവനാണ്. നന്മയും തിന്മയും തീരുമാനിക്കേണ്ട അവനാണ്. നീതി അനീതി തീരുമാനിക്കേണ്ട അവനാണ്. അത് തീരുമാനിക്കാനുള്ള അവകാശം ന്യൂനപക്ഷത്തിനില്ല. 51% പറഞ്ഞു മദ്യം പാടില്ല, അപ്പോൾ പാടില്ല. 42 കൂറുമാറി 51% പറഞ്ഞു മദ്യപിക്കാം. സ്വവർഗരീതി പാടില്ല എന്ന് 51% പറഞ്ഞാൽ അങ്ങനെ പല രാജ്യങ്ങളും ഇപ്പോൾ ഭൂരിപക്ഷം പറഞ്ഞു പാടില്ല, അവിടെ പാടില്ല. കുറച്ചാൾ കൂറുമാറി
ഭൂരിപക്ഷം ന്യൂനപക്ഷമായി, ന്യൂനപക്ഷം ഭൂരിപക്ഷമായി. അപ്പോഴോ സ്വർഗരീതി പറ്റും, വ്യഭിചാരം പറ്റും. അപ്പോൾ ഈ ഭൂരിപക്ഷ ന്യൂനപക്ഷ പ്രകാരം ശരിയും തെറ്റും തീരുമാനിക്കാനുള്ള പരമാധികാരം ജനങ്ങൾക്കാണെന്നതോ പാർലമെൻ്റ് ആണെന്നതോ അസംബ്ലിക്കാണെന്നോ ഉള്ള തത്വം ഒരു മതവിശ്വാസിക്കും ഒരു ദൈവവിശ്വാസിക്കും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ടാണ് സനാതന മൂല്യങ്ങൾ, സനാതന മഹർഷി മുന്നോട്ട് വെച്ച മൂല്യങ്ങൾക്കാണ് സനാതന മൂല്യങ്ങൾ എന്ന് പറയുക. സനാതന മൂല്യങ്ങൾ ഹിന്ദു ധർമ്മത്തിൽ അടിസ്ഥാനമായി മാറിയത് അതുകൊണ്ട് തന്നെയാണ്. സനാതന ധർമ്മം ലംഘിക്കാൻ പാടില്ല എന്നാണ് ഏതൊരു ഹിന്ദു മതവിശ്വാസിയുടെയും മതവിശ്വാസത്തിൻ്റെ ഭാഗം. ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ ഭാഗം നിയമനിർമ്മാണത്തിൻ്റെ പരമാധികാരം അള്ളാഹുവിനാണ്, അത് മനുഷ്യർക്കില്ല എന്നതാണ്. അതേസമയം അത്തരം നിയമങ്ങളിൽ വിശദാംശങ്ങൾ ഉണ്ടാക്കാനുള്ള അവകാശം മനുഷ്യർക്കുണ്ട്. അള്ളാഹുവിനും പ്രവാചകനും പഠിപ്പിച്ചതിന് എതിരാകാൻ പാടില്ല എന്നർത്ഥം. മൂന്നാമത്തെ ചോദ്യം, ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രം സ്ഥാപിക്കാനല്ലേ പ്രവർത്തിക്കുന്നത്? ഇത് ഇന്ത്യൻ സാഹചര്യത്തിൽ അപകടകരമല്ലേ? ജമാഅത്തെ ഇസ്ലാമി ഒരിക്കലും മതരാഷ്ട്രവാദം സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപിക്കാൻ ലക്ഷ്യവുമല്ല. മതരാഷ്ട്രവാദം എന്നത് പാശ്ചാത്യൻ ടെർമിനോളജിയാണ്. അതായത് അത് പടിഞ്ഞാറൻ ലോകത്ത് മധ്യകാലഘട്ടത്തിൽ രൂപം പെട്ടുവന്ന പുരോഹിത ഭരണത്തിലാണ്, പൗരോഹിത്യം നിയമം ഉണ്ടാക്കി നടപ്പാക്കുന്നതിനാണ് മതരാഷ്ട്രവാദം എന്ന് പറയാം. അതാണ് യഥാർത്ഥത്തിൽ തന്നെ തിയോക്രാറ്റിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന മതരാഷ്ട്രവാദം. ഇസ്ലാമിക രാഷ്ട്രം ഒരിക്കലും മതരാഷ്ട്രമല്ല. ഒരു മതരാഷ്ട്രത്തിൽ തീർച്ചയായും ആ മതരാഷ്ട്രത്തിൻ്റെ ആളുകൾക്ക് മാത്രമേ അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ മാത്രമേ കൊണ്ടുനടക്കാൻ പറ്റുകയുള്ളൂ. അതേസമയം ഇസ്ലാമിക രാഷ്ട്രം എന്താണ്? പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി. ആദ്യം അത് യസ്രീബായിരുന്നു. പ്രവാചകൻ്റെ ആഗമനത്തോടെ പ്രവാചകൻ എത്തിയോടുകൂടിയാണ് മദീനത്തുൻ നബി, പ്രവാചകൻ്റെ പട്ടണം എന്ന അർത്ഥത്തിലുള്ള മദീനയായി മാറി. അപ്പോൾ അവിടെ എത്രയായിരുന്നു മുസ്ലിം ജനസംഖ്യ? 15%. യസ്രീബ് എന്ന പ്രദേശത്താകെ ഉണ്ടായിരുന്ന ജനങ്ങൾ 10,000 അതിന് മുസ്ലിങ്ങളുടെ ജനസംഖ്യ അവർ 400 കുടുംബമായിരുന്നു. 1500 മുസ്ലിങ്ങളാണ്ടായിരുന്നു. അപ്പോൾ മുസ്ലിം ജനസംഖ്യ 15%. എന്നിട്ട് എങ്ങനെയാണ് അവർ ഇസ്ലാമിക രാഷ്ട്രമുണ്ടായത്? പ്രവാചകൻ എങ്ങനെ രാഷ്ട്രത്തിൽ ഭരണാധികാരിയായത്? ആ നാട്ടിലെ ജനങ്ങൾ ക്ഷണിച്ചു വരുത്തി കൊണ്ടുപോകണം, നിങ്ങൾ ഞങ്ങൾക്ക് നേതൃത്വം നൽകണം, നിങ്ങൾ ഈ രാജ്യത്ത് ഔസ് ഹസ്റജ് തുടങ്ങിയവയ്ക്കിടയിൽ വലിയ സംഘർഷമുണ്ട്, അവസാനിപ്പിക്കണം, ഇവിടുത്തെ ജൂത സമൂഹവും ഇവിടുത്തെ മറ്റുള്ളവരും തമ്മിൽ വലിയ സംഘർഷമുണ്ട്, അവസാനിപ്പിക്കണം, അതുകൊണ്ട് നിങ്ങൾ ഈ രാജ്യത്ത് നേതൃത്വം നൽകണമെന്ന് പറഞ്ഞ് രാജ്യത്തെയും ഭരണാധികാരത്തെയും പ്രവാചകന് സമർപ്പിച്ചു. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയായി. പ്രവാചകൻ അവിടെ ആ ജനതയ്ക്ക് എഴുതി കൊടുത്തു ഒരു കരാർ വ്യവസ്ഥ, ലോകത്തിലെ ആദ്യത്തെ ലിഖിത ഭരണഘടനയായി അറിയപ്പെടുന്നത്. ആ ഭരണഘടനയ്ക്ക് അതിന് സ്വഹീഫത്ത് മദീന പാക്ട് എന്നാണ് അറിയപ്പെടുന്നത്. അത് ആധുനിക ഭരണഘടന രൂപത്തിൽ കൊണ്ടുവന്നപ്പോൾ അതിന് 52 ഗണ്ണികയുണ്ട്. എത്ര? 52 ഗണ്ണികയുണ്ട്. അതിൽ 25 ഗണ്ണികൾ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടതും 27 ഗണ്ണികൾ മുസ്ലിങ്ങളല്ലാത്തവരുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ്? 27 ഗണ്ണികൾ മുസ്ലിങ്ങളല്ലാത്ത അവിടുത്തെ ജൂത ബഹുദൈവ വിശ്വാസികളുമായി ബന്ധപ്പെട്ടവയാണ്. അവരുടെ അവകാശങ്ങളും അവരുടെ സ്ഥാനങ്ങളും വിശദീകരിക്കുന്നവയാണ് 27 ഗണ്ണിക. 25 ഗണ്ണിക മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. 52 ഗണ്ണിയാണുള്ളത്. അഥവാ അതൊരു മതരാഷ്ട്രമായിരുന്നില്ല, അതൊരു ആദർശാധിഷ്ഠിത മാനവിക രാഷ്ട്രമായിരുന്നു. മദീനയിൽ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ചത് ഒരാദർശാധിഷ്ഠിത മാനവിക രാഷ്ട്രമായിരുന്നു. ലോകത്തിലെ ഏറ്റവും മാതൃകാ ഭരണാധികാരിയായി അറിയപ്പെടുന്നത് ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഉമറുൽ ഫാറൂഖിൻ്റെ കാലത്ത് മുസ്ലിം ജനസംഖ്യ എത്രയായിരുന്നു? 10% താഴെ. 4% എന്നാണ് പല ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയത്. ഏതാണ്ട് 10% താഴെയായിരുന്നു. കാരണം ഇറാന്, ഇറാഖ്, സിറിയ, ജോർഡാൻ, ഫലസ്തീൻ, ഈജിപ്ത് തുടങ്ങിയ ഭൂപ്രദേശങ്ങൾ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭാഗമായി മാറി. അവിടുത്തെ ജനങ്ങൾ കൂടി ഉണ്ടായപ്പോൾ അത് ഏതാണ്ട് ഒരു 10% താഴെയായി മാറി. ലോകത്തിലെ മുസ്ലിം രാജ്യങ്ങളിൽ 50% 400 കൊല്ലം കഴിഞ്ഞ ശേഷം. അതൊരു മതരാഷ്ട്രമായിരുന്നെങ്കിൽ അങ്ങനെയല്ലല്ലോ ഉണ്ടാകാം. എന്താണ്? 400 കൊല്ലം കഴിഞ്ഞ ശേഷമാണ് ഇസ്ലാമിക രാഷ്ട്രത്തിൽ മുസ്ലിം ജനസംഖ്യ 50% മാറിയത്. അവിടെ എല്ലാ ജനസമൂഹത്തിലും അവരുടെ വിശ്വാസ ആചാര അനുഷ്ഠാന സിവിൽ നിയമങ്ങൾ പാലിക്കാൻ അനുവാദമുണ്ട്. 14 നൂറ്റാണ്ട് മുസ്ലിങ്ങൾ ഭരിച്ചു. എവിടെ? ഈജിപ്തിൽ. അവിടെ ഇപ്പോൾ 500 കോപ്റ്റ് ചർച്ചുകളുണ്ട്. 9% കോപ്റ്റ് ക്രിസ്ത്യാനികളാണ്. ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ബുത്തർ സുഹാലി ഈജിപ്തിലെ വിദേശകാര്യമന്ത്രിയായിരുന്നു.
ഇപ്പോഴും അവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന് ഒരു പ്രശ്നവുമില്ലാത്ത വിധം വിശ്വാസം, ആരാധന, ആചാരാനുഷ്ഠാനം കൊണ്ടെടുക്കാൻ അനുവാദമുണ്ട്. ഈ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്നതിനേക്കാളേറെ മതസ്വാതന്ത്ര്യം ഈജിപ്തിലെ ക്രൈസ്തവ സഹോദരന്മാർ അനുഭവിക്കുന്നുണ്ട്. അവർക്ക് ഒരുവിധ തടസ്സവും അവരുടെ പേഴ്സണൽ ലോയിൽ ഇല്ല. അവിടുത്തെ പേഴ്സണൽ ലോ ക്രൈസ്തവ നിയമമാണ് അവിടുത്തെ പേഴ്സണൽ ലോക്ക്. അതിനാൽ 14 നൂറ്റാണ്ട് മുസ്ലിങ്ങൾ ഭരിച്ച ഈജിപ്തിലെ അവസ്ഥ അതാണ്. സിറിയയിൽ സുറിയാനി ക്രിസ്ത്യാനികളുടെ ആസ്ഥാനം സിറിയയാണ്. മുസ്ലിങ്ങൾ 14 നൂറ്റാണ്ട് ഭരിച്ച ഇറാഖുണ്ട്. ഇറാഖിൽ നിങ്ങൾക്കറിയാമോ, അവിടെ ഇപ്പോൾ യാക്കോബ ചർച്ചയുടെ ആസ്ഥാനം ഇറാഖാണ്. ഞാൻ ബിഷപ്പ് ഗ്രിഗോറിയസിനെ കണ്ടു തൃശ്ശൂർ പോയിട്ട്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ആസ്ഥാനം ഇറാഖാണ്. ഞാൻ ഇറാഖ് വിമാനത്താവളത്തിൽ ചെന്നിറങ്ങിയാൽ അവിടുത്തെ ഗവൺമെൻറ് ഗസ്റ്റാണ്. എന്നെ സ്വീകരിക്കാൻ വേണ്ടി കാറുമായി ഭരണാധികാരികൾ വരും. എനിക്കവിടെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് ഉണ്ട്, എനിക്ക് അംഗരക്ഷകരുണ്ട്. ഞാൻ അവിടുത്തെ ഗവൺമെൻറ് അതിഥിയായാണ് അവിടെ ചെല്ലാറുള്ളത് എന്ന് തൃശ്ശൂരിലെ അഥവാ യാക്കോബ ചർച്ചിൻ്റെ നേതൃത്വം നൽകുന്ന ബിഷപ്പ് എന്നോട് നേരെ പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ പറയുന്നു, 14 നൂറ്റാണ്ടിന് ശേഷമുള്ള അനുഭവം അതാണ്. ലെബനോൺ 14 നൂറ്റാണ്ട് മുസ്ലിങ്ങൾ ഭരിച്ച ശേഷം 45% ഇപ്പോഴും അവിടെ ക്രിസ്ത്യാനികളുണ്ടെന്ന് മാത്രമല്ല, പ്രസിഡന്റ് മുസ്ലിം ആണെങ്കിൽ പ്രധാനമന്ത്രി ക്രിസ്ത്യാനിയായിരിക്കും, പ്രധാനമന്ത്രി മുസ്ലിം ആണെങ്കിൽ പ്രസിഡന്റ് ക്രിസ്ത്യാനിയായിരിക്കും. ലോകത്തിൽ 4 ജൂതന്മാർക്ക് 4 ചാരിറ്റബിൾ ആശുപത്രികളാണ്. അതിലൊന്ന് ഇറാനിലാണുള്ളത്. നിങ്ങൾ ഓർത്ത് നോക്കുക, നമ്മൾ ഏറെ എതിർക്കുന്ന പാകിസ്ഥാനെ നമ്മുടെ ശത്രുരാജ്യമായി കണക്കാക്കിയ പാകിസ്ഥാനുണ്ട്. പാകിസ്ഥാനിലെ ഹിന്ദു സമൂഹത്തിന് ജനസംഖ്യാനുപാതികമായി പാർലമെൻറ്റിൽ സംവരണമുണ്ട്. ജനസംഖ്യാനുപാതികമായി പാർലമെൻറ്റിൽ അവർക്ക് MP-മാരുണ്ട്. ബംഗ്ലാദേശിൽ ആധിപത്യപരമായി ജനസംഖ്യാനുപാതികമായി MP-മാരുണ്ട്. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മുത്തലാഖ് വന്നു, ശരീഅത്തിനെതിരെ വെല്ലുവിളികളുണ്ടായി, പേഗസിവിൽക്ക് വേണ്ടി വാദിക്കുന്നു. അതേസമയം പാകിസ്ഥാനിലെ സിഖുകാർക്ക് അവരുണ്ടാക്കിയ നിയമമുണ്ട്, അതിൻ്റെ പേര് ആനന്ദ് കരേജ് ആക്ട് എന്നാണ്. പാകിസ്ഥാൻ ഗവൺമെൻറ് പാകിസ്ഥാനിലെ സിഖുകാർക്ക് ഉണ്ടാക്കിയ ആനന്ദ് കരേജ് ആക്ടാണ് നമ്മുടെ ഇന്ത്യയിലെ പഞ്ചാബ് ഗവൺമെൻറ് അവിടുത്തെ സിഖുകാർക്ക് ഉണ്ടാക്കിയ നിയമം. അവിടെ പാകിസ്ഥാൻ്റെ മനസ്സിലാക്കേണ്ട വസ്തുത, പാകിസ്ഥാൻ ഗവൺമെൻറ് അവിടുത്തെ സിഖുകാർക്ക് ഉണ്ടാക്കിയ ആനന്ദ് കരേജ് ആക്ടാണ് ഇന്ത്യയിലെ പഞ്ചാബ് ഗവൺമെൻറ് അവിടുത്തെ സിഖുകാർക്ക് ഉണ്ടാക്കിയ നിയമം. അതിൻ്റെ പേര് ആനന്ദ് കരേജ് ആക്ട് എന്നാണ്. അവിടുത്തെ ഹിന്ദുക്കൾക്ക് അവിടെ പൂർണ്ണമായ സിവിൽ നിയമ സ്വാതന്ത്ര്യമുണ്ട്. അതിൽ ഇന്നലെ വന്നൊരു വിധികൾ വേണമെങ്കിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ചാൽ പൗരസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ജഡ്ജി പറഞ്ഞു പോയി, ഈ നമ്മുടെ രാജ്യത്തിലെ പേര് പറഞ്ഞ് ഇത് അതല്ലല്ലോ എന്ന് പറയേണ്ടി വന്നു. ബംഗ്ലാദേശ് ഗവൺമെൻറ് അവിടുത്തെ ഹിന്ദു സഹോദരന്മാർക്ക് നടപ്പാക്കുന്ന ഇന്ത്യ ഗവൺമെൻറ് 1954 പാസ്സാക്കിയ ഹിന്ദു കോഡാണ്. ലോകത്തിലെ എല്ലാ മുസ്ലിം രാജ്യങ്ങളിലെയും മുസ്ലിങ്ങളല്ലാത്ത മതവിശ്വാസികൾക്ക് അവിടെ വിശ്വാസം, ആരാധന, ആചാരം, അനുഷ്ഠാനം, സിവിൽ നിയമങ്ങൾ, കുടുംബ നിയമങ്ങൾ പാലിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം ഈ രാജ്യങ്ങളെല്ലാം അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് മതരാഷ്ട്രമല്ല. അതുകൊണ്ട് സംഘപരിവാറിനോട് ഇതിനെ താരതമ്യം ചെയ്തു പോകരുത്. അവരുടെ ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്നത് യഥാർത്ഥ ഹിന്ദു രാഷ്ട്രമല്ല, അവരുടെ വംശീയ രാഷ്ട്രമാണ്, ബ്രാഹ്മണിക്കൽ വംശീയ രാഷ്ട്രമാണ്. അതിനോടൊരിക്കലും ഇതിനെ താരതമ്യം ചെയ്ത് ഇതൊരു മതരാഷ്ട്രമേ അല്ല, ഇസ്ലാമിക രാഷ്ട്രമാണ്, മാനവിക രാഷ്ട്രമാണ്, ബഹുസ്വ രാഷ്ട്രമാണ്, ആദർശാധിഷ്ഠിത രാഷ്ട്രമാണ്. അതൊരിക്കലും മതരാഷ്ട്രമല്ല. ആ രാഷ്ട്രം സ്ഥാപിക്കുക എന്നതും ജമാഅത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? അത് തെറ്റിദ്ധരിക്കണ്ട. ഇന്ത്യയിലെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്ന് ജമാഅത്ത് ഇസ്ലാമി ഇത് ലക്ഷ്യമായി പറഞ്ഞിട്ടേ ഇല്ല. അതിന് ലക്ഷ്യമായി പറഞ്ഞ ഇഖാമത്തുദ്ദീൻ എന്നാണ്, അഥവാ ഇസ്ലാമിൻ്റെ വ്യവസ്ഥയുടെ സംസ്ഥാപനം എന്നാണ്. അത് സ്വീകരിക്കുന്ന മാർഗം എന്താണ്? തികച്ചും ജനാധിപത്യപരമാണ്. ഒന്ന്, ഈ രാജ്യം ആര് ഭരിക്കണമെന്ന ചോദ്യത്തിന് ഉത്തരം ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണകൂടം. അവരെങ്ങനെയാണ് ആ ജനങ്ങൾ മാറ്റം വരുത്തേണ്ടത്? മനം മാറ്റത്തിലൂടെ വ്യവസ്ഥാമാറ്റം. അവിടെ പട്ടാള വിപ്ലവം പാടില്ല, ഏകാധിപത്യം പാടില്ല, സ്വച്ഛാധിപത്യം പാടില്ല, മാത്രമല്ല ഗുണ്ടാ പ്രവർത്തനങ്ങൾ പാടില്ല, നിഗൂഢ പ്രവർത്തനങ്ങൾ പാടില്ല. മനം മാറ്റത്തിലൂടെ വ്യവസ്ഥാമാറ്റം, അതാണ് തീർച്ചയായും ജമാഅത്ത് ഇസ്ലാമി അംഗീകരിച്ചത്. ഒന്നുകൂടി പറയുന്നു, സ്വന്തം സംഘടനാഘടനയിൽ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ ജനാധിപത്യം അംഗീകരിച്ച ഒരു സംഘവും ഇവിടെ ഉണ്ടാവില്ല. ഓരോ 4 കൊല്ലം കഴിയുമ്പോഴും അതിൻ്റെ സംസ്ഥാന നേതൃത്വത്തെ, ദേശീയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്നു. നയപരിപാടികളെക്കുറിച്ച് കൂടിയാലോചിക്കുന്നു. ഓരോ പ്രാദേശിക ഘടകം ഉൾപ്പെടെ എല്ലാ ഘടകങ്ങളും, സാധാരണ ഘടകങ്ങൾ 2 കൊല്ലത്തിനിടയിൽ തിരഞ്ഞെടുപ്പെടുത്തുന്നു. ജനാധിപത്യത്തെ ഇത്രയേറെ പ്രയോഗവൽക്കരിച്ച ഒരു പ്രസ്ഥാനവും ഇന്ത്യയിൽ പറയില്ല. ഓരോ 2 വർഷവും അതിന് ജില്ലാ നേതൃത്വം, പ്രാദേശിക നേതൃത്വം, ഏരിയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്നു. ഓരോ 4 കൊല്ലവും ദേശീയ നേതൃത്വത്തെ, സംസ്ഥാന നേതൃത്വത്തെ, അതിൻ്റെ പ്രവർത്തകന്മാർ തിരഞ്ഞെടുക്കുന്നു, അതിൻ്റെ അംഗങ്ങൾ തിരഞ്ഞെടുക്കുന്നു.
ജനാധിപത്യത്തെ ഇவ்விധം സ്വാംശീകരിച്ചുകൊണ്ട് അതിൻ്റെ പ്രായോഗിക രീതി എത്ര സ്വാംശീകരിച്ച ഒരു പ്രസ്ഥാനവും വേറെയില്ല. അതേസമയം നിയമനിർമ്മാണത്തിൻ്റെ പരമാധികാരവുമായി ബന്ധപ്പെടുമ്പോൾ അതൊരു ദൈവവിശ്വാസിക്ക് അംഗീകരിക്കാനില്ല. അയാൾ യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ നല്ല ദൈവവിശ്വാസികളായതുകൊണ്ട്, ഏകദൈവവിശ്വാസികളായതുകൊണ്ട് അവർക്ക് തീർച്ചയായും നിയമനിർമ്മാണത്തിൻ്റെ പരമാധികാരം ജനങ്ങൾക്കെന്ന ശുദ്ധ അർത്ഥശൂന്യമായ അബദ്ധപൂർണമായ ആശയത്തെ അംഗീകരിക്കാൻ സാധ്യമല്ല. അതിന് മഹാത്മാഗാന്ധി എതിർത്തിട്ടുണ്ട്, ജമാഅത്ത് ഇസ്ലാമി എതിർത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം ഇതാണ്: അനിസ്ലാമിക വ്യവസ്ഥ ലക്ഷ്യം വെച്ച് ഇലക്ഷനിൽ പങ്കെടുക്കുന്നത് ഷിർക്കാണെന്ന് വാദിച്ചിരുന്ന ജമാഅത്ത് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് മത്സരിക്കുന്നു, അനിസ്ലാമിക കക്ഷികൾക്ക് പിന്തുണ കൊടുക്കുന്നു. ഇത് വൈരുദ്ധ്യമല്ലേ? ഈ ചോദ്യം കേൾക്കുമ്പോൾ എനിക്ക് ചെറിയ സന്തോഷമുണ്ട്. കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന എൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ചോദ്യത്തിൻ്റെ മറുപടിയുടെ ഭാഗം ഉണ്ടായിരുന്നു. അനിസ്ലാമിക വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും രാഷ്ട്രീയ പ്രവർത്തനത്തും തൗഹീദിന് വിരുദ്ധമാണ്, ഷിർക്കാണ് എന്നതാണ്. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ അത് ഹിറാ നഗരിൽ വെച്ച് നൽകിയ മറുപടിയാണ്, അല്ലെങ്കിൽ ദേവത്ത് നഗരിൽ വെച്ച് നൽകിയ മറുപടിയാണ്. രണ്ടായാലും ശരിയാണ്, പൂർണ്ണമായി ശരിയാണ്. അതിനെക്കുറിച്ച് ഞാൻ ഒന്നുകൂടി പറഞ്ഞു, ഇന്നും ശരിയാണ്, നാളെയും ശരിയാണ്, മറ്റന്നാളും ശരിയാണ്, ക്യാമനാൾ വരെയും ശരിയാണെന്ന് സംശയമില്ല. എന്താണത്? അനിസ്ലാമിക വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും ഷിർക്കാണ്, തൗഹീദിന് വിരുദ്ധമാണ്, അനിസ്ലാമികമാണ്, ജാഹിലിയമാണ്, താവൂത്തിയൻ വഴിയാണ്. എന്നായാലും എവിടെയായാലും അതേസമയം സാമൂഹ്യ നീതി എന്ന കാര്യം സ്ഥാപിക്കാൻ വേണ്ടി മാനവികമായ മനുഷ്യൻ്റെ മഹത്വം ഉദ്ഘോഷിച്ചും സാമൂഹ്യ നീതി സ്ഥാപിക്കാനുമാണെങ്കിൽ അത് പുണ്യകർമ്മമാണ്, ഇബാദത്താണ്. അപ്പോൾ ചോദിക്കും, ഒരേ കാര്യം ഇങ്ങനെ രണ്ടാകുമോ? നിങ്ങൾ ഓർത്ത് നോക്കൂ, ഒരാൾ ഖബറിൻ്റെ അടുത്ത് പോകുന്നു, ഖബറുള്ള ആളോട് പ്രാർത്ഥിക്കാൻ ഷിർക്ക്, ഖബറുള്ള ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇബാദത്ത്. ഒരാൾ ഖബറിൻ്റെ അടുത്ത് പോകുകയാണ്, ഖബറിലുള്ള ആളോടാണ് പോകുന്നതെങ്കിൽ ഷിർക്കാണ്, ഉള്ള ആൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ പോകുന്നതെങ്കിലോ ഇബാദത്താണ്. പ്രവാചകനും അനുയായികളും 360 വിഗ്രഹങ്ങളുള്ള കഅബയെ തവാഫ് ചെയ്തു, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചെയ്തു, ഉമർ ഫാറൂഖ് ചെയ്തു. അത് തൗഹീദാണ്. അതേ 360 വിഗ്രഹങ്ങളിൽ അബൂജാൽ ചെയ്തു, അബൂലഹബ് ചെയ്തു, ഉത്ബത്ത് ചെയ്തു, ഷൈബത്ത് ചെയ്തു, ഷിർക്കാണ്. മനസ്സിലാണ് നിങ്ങൾക്ക്? നല്ലപോലെ മനസ്സിലാക്കണം. എന്താ മനസ്സിലായി? ഒരേ പണി ചെയ്തു, കാണുമ്പോൾ ഒരു വ്യത്യാസമില്ല, രണ്ടുപേരും പണി കൂത്തു പോവുകയാണ്. ഒരു കൂട്ടർ ചെയ്യുന്നത് നിലവിലുള്ള വ്യവസ്ഥ, അഥവാ ഈ അഴിമതിയുള്ള, അക്രമമുള്ള, അനീതിയുള്ള, സ്ത്രീപീഡനമുള്ള, അതുപോലെ തന്നെ പുരുഷ മേധാവിത്വമുള്ള, ഈ രാജ്യത്തെല്ലാ തിന്മകളുമുള്ള വ്യവസ്ഥ അങ്ങനെ തന്നെയൊക്കെ നിലനിന്നോട്ടെ എന്ന് ഉദ്ദേശവും ലക്ഷ്യമാണെങ്കിൽ അത് തൗഹീദിന് വിരുദ്ധാണ്, അത് ഷിർക്കാണ്. ഈ വ്യവസ്ഥ മാറി മനുഷ്യന് ഏറ്റവും പ്രയോജനകരമായ എന്താണോ ഈ വ്യവസ്ഥയിൽ സാധ്യമാകുന്ന നന്മ, ആ നന്മയെല്ലാം ഉണ്ടാവണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ വ്യവസ്ഥയിലും സാധ്യമാവുന്ന വിധം സാമൂഹ്യ നീതി, മനുഷ്യ സാമൂഹ്യ നീതി സ്ഥാപിതമാകണമെന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് തൗഹീദാണ്, അത് പുണ്യകർമ്മമാണ്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഞാൻ സൂചിപ്പിച്ച ചരിത്രത്തെ ഏറ്റവും മാതൃകാപരമായ ഭരണാധികാരി ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു. ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിൻ്റെ കാലത്ത് നീതിയുടെ ഏറ്റവും വലിയ ഗുണഭോക്താവാരായിരുന്നു? ഒരു മുസ്ലിം അല്ല, തെറ്റിദ്ധരിക്കണ്ട. ഉമർ റളിയല്ലാഹു അൻഹു നീതിയുടെ പേരിലാണ് ലോകത്ത് അറിയപ്പെടുന്നത്. ആ നീതിയുടെ ഏറ്റവും വലിയ ഗുണഭോക്താവ് ഒരു കോപ്റ്റ് ക്രിസ്ത്യാനിയായിരുന്നു. ഉമർ റളിയല്ലാഹു ഈജിപ്തിലെ ഗവർണറായ അംർ ഇബ്നു ലാസിൻ്റെ മകൻ മുഹമ്മദും ഒരു കോപ്റ്റ് ക്രിസ്ത്യാനിയും തമ്മിൽ ശണ്ട കൂടി. അപ്പോൾ മുഹമ്മദ് കോപ്റ്റ് ക്രിസ്ത്യാനി അടിച്ചു. അദ്ദേഹം ഖലീഫയോട് പരാതി പറഞ്ഞു. ഉമർ റളിയല്ലാഹു വിളിച്ചു വരുത്തി. സംഭവം ശരിയാണെന്ന് ബോധ്യമായപ്പോൾ തൻ്റെ ചാട്ടവാറ് ആ കോപ്റ്റ് ക്രിസ്ത്യാനിൻ്റെ വശം കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഈ മാന്യനായ ഗവർണറെ മാന്യനായ മകനെ അടിച്ചു. നിർത്തിയപ്പോൾ പറഞ്ഞു, ഇനി വേണമെങ്കിൽ ബാപ്പാനി അടിച്ചാൽ അയാൾ അധികാരമാണ് മകനെ ഇത്രയേറെ അഹങ്കാരിയും ധിക്കാരിയുമാക്കിയതെന്ന്. അപ്പോൾ ആ കോപ്റ്റ് ക്രിസ്ത്യാനിയായ സഹോദരൻ പറഞ്ഞു, എന്നെ ദ്രോഹിച്ചതിന് ഞാൻ പകരം ചെയ്തിരിക്കുന്നു, ഞാൻ സംതൃപ്തനാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആ ഖലീഫയോടും മകനോടും ചോദിച്ചു, മത്താ ഇസ്താബത്തും നാസ് ലഖദ് വലൗതും ഉമ്മാത്തും അഹ്റാറാ, എന്നാണ് നിങ്ങൾ മനുഷ്യരെ അടിമകളാക്കാൻ തുടങ്ങിയത്? അവിടെ ഉമ്മമാർ, അവിടെ അമ്മമാർ, അവിടെ സ്വതന്ത്രരാണോ പ്രസവിച്ചത് എന്ന്. ഈ നീതിയുടെ സ്ഥാപനമാണ് ഒരാൾ ലക്ഷ്യം വെച്ചതെങ്കിൽ അത് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചതുപോലെ പുണ്യകരമായ ഇബാദത്തായ കാര്യമാണ്. ഇനി സാമൂഹ്യ നീതി ഏറ്റവും വലിയ ഗുണഭോക്താവാരായിരുന്നു ഉമറിൻ്റെ കാലത്ത്? അതും ഒരു ജൂതനായിരുന്നു. ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു പോകാം. രാവിലെ ഒരു യാചകനുണ്ട്. അടുത്ത് നോക്കുമ്പം പ്രായം ചെന്നൊരാൾ. എന്ത് വെച്ചു? വാർദ്ധക്യം, അവശത. ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ബൈത്തുൽ മാൽക്ക് എഴുതി കൊടുത്തു.
അദ്ദേഹത്തിന് പെൻഷൻ കൊടുക്കാൻ പറ്റും. ആർക്ക്? ജൂതന്. അപ്പോൾ സാമൂഹ്യ നീതിയുടെ ഏറ്റവും വലിയ ഗുണഭോക്താവ് ഒരു ജൂതൻ, കേസിലെ വിധിയുടെ ഏറ്റവും വലിയ ഗുണഭോക്താവ് ഒരു കോപ്റ്റ് ക്രിസ്ത്യാനി. ഈ സാമൂഹ്യ നീതി സ്ഥാപിക്കാനാണ് നിങ്ങൾ ഇക്കാര്യത്തിൽ പങ്കെടുക്കുന്നതെങ്കിൽ പറയേണ്ടതില്ലോ. അതെന്താണ്? അതിന് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു, അനിസ്ലാമിക വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ആണ് ഒരാൾ രാഷ്ട്രീയ പ്രവർത്തനം നടന്ന എന്ത് പ്രവർത്തനം നടത്തുമെങ്കിലും അത് തൗഹീദിനെതിരാണ്, അത് ശിർക്കാണ്, സംശയരഹിതമാണത്. അത് വിശുദ്ധ കഅബയിലെ 360 വിഗ്രഹങ്ങൾ അവയുടെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് തവാഫ് ചെയ്ത ശിർക്ക്, അള്ളാഹിൻ്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്ത പ്രവാചകരും അനുയായികളും ചെയ്ത ഇബാദത്ത്, ഇതെല്ലാറ്റും ബാധകമാണ്, ഇക്കാര്യത്തിലും ബാധകമാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ മതങ്ങൾക്കപ്പുറം മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ആശയങ്ങൾക്കിടയിൽ മതാധിഷ്ഠിതമായ ആശയങ്ങളും നിയമങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയത്തിന് നിലനിൽപ്പുണ്ടോ? യഥാർത്ഥത്തിൽ എല്ലാ മൂല്യങ്ങളും മതപ്പോക്തങ്ങളാണ്. സ്നേഹം, കാരുണ്യം, വാത്സല്യം, ദയ, നീതി, വിനയം, വിട്ടുവീഴ്ച, ഉദാരത തുടങ്ങിയ സമസ്ത മൂല്യങ്ങളും ദൈവപ്പോക്തമാണ്, ദൈവനിശ്ചിതങ്ങളാണ്. യഥാർത്ഥത്തിൽ തന്നെ സ്നേഹമെന്നത് മതത്തിനപ്പുറം ഉണ്ടാവുമോ? മതം അംഗീകരിക്കാത്ത ആളുകളുടെ ഇവിടുത്തെ അംഗീകരിക്കുന്ന ഏറ്റവും വലിയ അവരുടെ കാഴ്ചപ്പാടിലൊന്ന് പരിണാമവാദമാണ്. എന്താണ്? സർവൈവൽ ഈസ് ദ ഫിറ്റസ്റ്റ്. ആർക്കാണ് ഇവിടെ നിലനിൽക്കാനുള്ള അധികാരമുള്ളത്? ഇവിടെ ആർക്കാണോ നിലനിൽക്കാനുള്ള കഴിവുള്ള അവർക്കാണ് നിലനിൽക്കാനുള്ള അധികാരം, അവർക്കാണ് ഇവിടെ യോഗ്യത. ഇവിടെ അതുകൊണ്ട് തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അതിനാൽ തന്നെ പറയുന്നു, അധികാരമുള്ളത് കയ്യൂക്കുള്ളവർ നിലനിൽക്കാന്ന. സ്നേഹം, കാരുണ്യം എന്നീ വികാരങ്ങൾ മതത്തിനപ്പുറം ഇല്ല. അതുകൊണ്ടാണ് മതത്തെ മാറ്റി നിർത്തിയ ആളുകൾ ലോകത്ത് ഭരിച്ചു. എത്ര കാലം ഭരിച്ചു? 917 മുതൽ ഏതാണ്ട് കുറച്ച് ദശാബ്ദങ്ങൾ ഭരിച്ചു. 9,40,00,000 മനുഷ്യയാണ് കൊന്നൊടുക്കിയത്. എത്ര? 9,40,00,000. ഇന്നോളം മതത്തിൻ്റെ പേരിൽ നടന്ന എല്ലാ യുദ്ധങ്ങളും എടുത്താലും ഉണ്ടായിട്ട് അതിൻ്റെ 10-1 പോലും ഉണ്ടായിട്ടില്ല. മനസ്സിലാങ്ങൾ? എൻ്റെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ മനസ്സിലാക്കാനുള്ള ചരിത്രപരമായ ഒരു വസ്തുതയാണ്. വേണമെങ്കിൽ ദ ബ്ലാക്ക് ബുക്ക് ഓഫ് കമ്മ്യൂണിസം എന്ന പുസ്തകം എടുത്ത് നിങ്ങൾക്ക് വായിക്കാം. ദ ബ്ലാക്ക് ബുക്ക് ഓഫ് കമ്മ്യൂണിസം എന്ന പുസ്തകം എടുത്ത് നിങ്ങൾക്ക് വായിക്കാം. ആ പുസ്തകത്തിൽ ഓരോ രാജ്യത്തും കൊല്ലപ്പെട്ട കണക്കുകൾ, കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് കൊല്ലപ്പെട്ട ആളുകളുടെ കണക്കുകൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രിയ കമ്മ്യൂണിസ്റ്റ് നേതാവും നക്സലൈറ്റ് നേതാവുമായിരുന്ന സഖാവ് കെ വേണുണ്ട്, തൃശ്ശൂരുണ്ട്. സഖാവ് കെ വേണുവിനോട് ചോദിച്ചു നോക്കൂ, എന്താണ് കമ്മ്യൂണിസ്റ്റ് നാടുകൾ സംഭവിച്ചതെന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനടുത്ത് ഒരു അഭിമുഖം കാണാനിടയായി. 5 കോടി മനുഷ്യർ റഷ്യയിൽ കൊല്ലപ്പെട്ടത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു എന്ന്. കൊല്ലപ്പെട്ട് കമ്മ്യൂണിസ്റ്റുകാരെ കൊന്ന അതായിരുന്നു എന്നാ സംഭവം. അതുകൊണ്ട് സ്നേഹം, കാരുണ്യം, ദയ, മാനവികത, അതൊന്നും പറഞ്ഞ് മതമല്ലാത്തവർ ഇങ്ങോട്ട് വരേണ്ടതില്ല. അവർ ഭരിച്ച ഹ്രസ്വകാലത്തിനിടയിൽ 9,40,00,000 ക്രൂരമായി കൊന്നൊടുക്കിയത്. ഇപ്പോഴും ചൈനയിൽ തുടരുന്നത് അത് തന്നെയാണ് നഷ്ടം. അതിനാൽ അത്തരം ഒരു മൂല്യവും മതമില്ലാത്തവരുടെ ഭാഗത്ത് പ്രതീക്ഷിക്കേണ്ടതില്ല. ഇപ്പോൾ ചോദിക്കും, എന്നാലും മതമില്ലാത്തവർക്ക് ഉണ്ടല്ലോ കുറച്ചൊക്കെ സ്നേഹം. ഇവിടെ ധാരാളം മനുഷ്യസ്നേഹികളായ മതമില്ലാത്തവരല്ലേ ഉണ്ട്. അത് കാരണം പാരമ്പര്യമായി അവരുടെ ജീനിലുള്ളതാണ്. മതത്തിലൂടെ അവർക്ക് പകർന്നു കിട്ടിയതാണ്. ശരിക്കും കമ്മ്യൂണിസത്തിൽ കല്യാണമുണ്ടോ? മാർക്സും ഏംഗൽസും കൂടി എഴുതിയ പുസ്തകമുണ്ട്, വ്യക്തി, കുടുംബം, സമൂഹം എന്ന പുസ്തകം. അതെന്താ പറഞ്ഞത്? അതിന് മുമ്പ് വിവാഹം ഉണ്ടായിരുന്നില്ല. അന്ന് കുട്ടികൾ അച്ഛന്മാരാരാന്ന് അറിയുമായിരുന്നില്ല. അമ്മ കേന്ദ്രീകൃതമായിരുന്നു. എന്താണ്? അമ്മ കേന്ദ്രീകൃതമായിരുന്നു. അച്ഛന്മാരാരാണെന്ന് അറിയുമായിരുന്നില്ല. അതിന് യുഗ്മ കുടുംബകാലം എന്നാ പറഞ്ഞ മാർക്സും ഏംഗൽസും. പിന്നെന്താ സംഭവിച്ചത്? പിന്നെ സ്വകാര്യ സ്വത്തുണ്ടായി. അത് സംരക്ഷിക്കാൻ വേണ്ടി പെണ്ണിനെ സ്വകാര്യവൽക്കരിച്ചു. അതാണ് വിവാഹം. എന്താണ് വിവാഹം എന്ന് പറഞ്ഞാൽ? സ്വകാര്യ സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടി പെണ്ണിനെ സ്വകാര്യവൽക്കരിച്ചാണ് വിവാഹമെന്നും അത് പാട്രിയാറ്റിക് കുടുംബഘടന ഉണ്ടായത് അങ്ങനെയാണെന്നാണ് മാർക്സും ഫ്രെഡറിക് ഏംഗൽസും പറഞ്ഞത്. വിവാഹമില്ല, ഇനിയോ മതമില്ലാത്തവർക്ക് എന്തെങ്കിലും മൂല്യമുണ്ടോ? മതമില്ലാത്ത ഫിൻലാൻഡ് മതമില്ലാത്ത രാജ്യത്ത് മൃഗരതിയും ശവരതിയും അനുവദനീയമാണ്. എന്ത്? മൃഗരതിയും ശവരതി. അങ്ങനെയൊന്നും വല്ല വർത്താനം പറയണ്ട. മതമില്ലാത്തവർ നന്നാവൊന്നും പറയണ്ട. മതമില്ലാത്തവരുടെ ഫിൻലാൻഡിൽ ശവരതിയും മൃഗരതിയും ഇതിനേക്കാൾ നീചവും നികൃഷ്ടവും മ്ലേച്ഛവും ഹീനവും പതിതവും
മാനവിക വിരുദ്ധമായ വല്ലതുമുണ്ടോ? അനുവദനീയമാണ്. കേരളത്തിലെ വലിയ മതമില്ലാത്ത യുക്തിവാദിയുടെ നേതാവായ രവിചന്ദ്രൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നടന്നൊരു യോഗമുണ്ടായിരുന്നു, യുക്തിവാദികളുടെ യോഗം. അതിൽ പറഞ്ഞെന്താണെന്ന് അമ്മയും മകനും അച്ഛനും മകളും നമ്മൾ വിവാഹം പോലും അനുവദിക്കണമെന്നാണ്. വിവാഹമല്ല കേട്ടോ, സോറി, അമ്മയും മകനും അച്ഛനും മകളും നമ്മൾ രതിബന്ധം അനുവദിക്കണമെന്നാണ്. അതിന് തടയുന്നൊന്നുമില്ലാതാണ്. അതുകൊണ്ട് അവർ മാനവീയതയെക്കുറിച്ചോ സമാധാനത്തെക്കുറിച്ചോ കാരുണ്യത്തെക്കുറിച്ചോ മൂല്യങ്ങളെക്കുറിച്ചോ മതമില്ലാത്ത പറയുന്ന ഒരർത്ഥവുമില്ല. കാരണം അങ്ങനെ വ്യക്തി പറയാമല്ല. മതമില്ലാത്ത എന്താ പിന്നെ? ജീവജാലങ്ങളിലൂടെ ഉണ്ടായ ഒരു പരിണാമത്തിലൂടെ ഉണ്ടായ ഒരു ജന്തുവിന് എന്താണ് മൂല്യങ്ങൾ? അവിടെ അർഹതയുള്ളത് അതിജീവിക്കല്ലേ ചെയ്യുക. അർഹതയുള്ളത് അതിജീവിക്കും, അർഹതയുള്ളവൻ അവൻ്റെ കാര്യങ്ങൾ കാട്ടിക്കൂട്ടും. അതാണ് മതമില്ലാത്തത്. പിന്നെ ഇപ്പോഴവരുടെ ഭാഗത്ത് മതമുള്ള ഈ മൂല്യങ്ങളുള്ളത് അത് മതം തലമുറകളായി പകർന്നു കിട്ടിയതിൻ്റെ ഫലമായിട്ടാണ്. അതും സാക്ഷാൽ രവീന്ദ്രൻ പറയുന്നുണ്ട്. രവീന്ദ്രൻ മാധ്യമത്തിന് വാർഷികപ്പതിൽ എഴുതിയ ലേഖനത്തിൽ രവീന്ദ്രൻ തന്നെ പറയുന്നുണ്ട്, ഇവിടെയുള്ള എല്ലാ യുക്തിവാദികളല്ല, അവർ മതത്തിൻ്റെ സ്വാധീനത്തിന് വിധേയരാണ്. ആ മതത്തിന് സ്വാധീനത്തിന് വിധേയമായവരാണ് വിവാഹം കഴിക്കുന്നത്, അവരാണ് ആളുകളെ സ്നേഹിക്കുന്നത്, അവരാണ് കാരുണ്യം കാണിക്കുന്നത്, അവരാണ് വിനയം കാണിക്കുന്നത്, അവരാണ് വിട്ടുവീഴ്ച കാണിക്കുന്നത്. അത് മതപ്പോക്ത മൂല്യങ്ങൾ പരമ്പരാഗതമായി പകർന്നു കിട്ടിയതിൻ്റെ ഗുണവും നന്മയുമാണ് എന്നർത്ഥം. 928 മുസ്ലിം ബ്രദർഹുഡും 941 ജമാഅത്തെ ഇസ്ലാമിയും രൂപീകരിച്ചതിന് ശേഷമാണ് ലോകത്ത് മുസ്ലിം ഭീകരത ശക്തിപ്പെട്ടത്. എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി സ്ഥാപക നേതാവ് അബുൽ അല മൗദൂദി തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും മാസ്റ്റർ ബ്രെയിൻ ആണ് എന്ന് പറയപ്പെടുന്നത്? സയ്യിദ് മൗദൂദി, ഹസമന്നപ്പോൾ ഞാൻ പറയാം. സയ്യിദ് മൗദൂദി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളോ അദ്ദേഹത്തിൻ്റെ ചിന്തകളോ ആണ് തീവ്രവാദത്തിനും ഭീകരവാദത്തിനും പ്രേരിപ്പിക്കുന്ന പ്രചോദനമെങ്കിൽ, അതിൽ നിന്നാണ് ഇത് രൂപം കൊള്ളുന്നതെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് തീവ്രവാദികളും ഭീകരവാദികളും ആകേണ്ടത്. പാകിസ്ഥാനിൽ ജമാഅത്തെ ഇസ്ലാമി അത് നിരോധിക്കപ്പെട്ട ഘട്ടത്തിൽ പോലും, പട്ടാള ഭരണകാലത്ത് പോലും അത് തീവ്രവാദത്തിൻ്റെയോ അല്ലെങ്കിൽ സായുധ അക്രമത്തിനോ മാർഗം സ്വീകരിച്ചിട്ടേയില്ല, സമാധാനപരമായ നേരിട്ടിട്ട്. സയ്യിദ് മൗദൂദിയുടെ വെടിയുണ്ട വന്നപ്പോൾ പോലും അദ്ദേഹം സ്വീകരിച്ച സമാധാനത്തിൻ്റെ മാർഗ്ഗമാണ്, വിട്ടുവീഴ്ചയുടെ മാർഗ്ഗമാണ്, സഹനത്തിൻ്റെ മാർഗ്ഗമാണ്, ക്ഷമയുടെ മാർഗ്ഗമാണ്. ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമി 948 രൂപം കൊണ്ടത്. സയ്യിദ് മൗദൂദിയുടെ പുസ്തകം നിർബന്ധമായി വായിക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരായ ആളുകളെല്ലാം. അതിലെ കാർക്കുനുകളും സജീവ മുത്തഫിക്കുകളും അംഗങ്ങളും എല്ലാം മൗദൂദിയുടെ പുസ്തകം വായിച്ച് പഠിക്കുന്നവരാണ്. ഇന്ത്യയിൽ മറ്റാരെക്കാളുമേറെ സയ്യിദ് മൗദൂദിയുടെ പുസ്തകം വായിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിക്കാരാണ്. എന്നാൽ കഴിഞ്ഞ 948 മുതൽ ഇതുവരെയുള്ള കാലത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തകൻ ഏതെങ്കിലും ഒരു കലാപത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഞാൻ പറയുന്നു, ജമാഅത്തെ ഇസ്ലാമിയെപ്പോലെ ഈ അവകാശവാദം ഉന്നയിക്കാൻ ഇവിടെ ഒരൊറ്റ സംഘടനക്കും സാധ്യമല്ല. ഞങ്ങൾക്ക് ചില അവകാശവാദമുണ്ട്. കേരളത്തിൽ 1945 ജമാഅത്ത് ഇസ്ലാമി രൂപം കൊള്ളുന്നത്. 45 IPH സ്ഥാപിതമാകുന്നത്, 48 സംഘടന രൂപം കൊള്ളുന്നുണ്ട്. ഞങ്ങൾ അവകാശപ്പെടുന്നു, ഇന്നോളം ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി ഒരൊറ്റ ആളെയും ആക്രമിച്ചിട്ടില്ല, ഒരാളെയും കൊന്നിട്ടില്ല, ഒരു വർഗീയലാപത്തിനും പങ്കെടുത്തിട്ടില്ല, ഒരു ഭീകരാക്രമണം നടത്തിയിട്ടില്ല, ഒരു സ്ഫോടനവും നടത്തിയിട്ടില്ല, ഒരു തീവ്രവാദ പ്രവർത്തനം നടത്തിയിട്ടില്ല. മൗദൂദിയുടെ പുസ്തകമാണ് പ്രചോദനമെങ്കിൽ ഞങ്ങളല്ലേ ഇതാകണ്ട് ജമാഅത്ത് ഇസ്ലാമിക്കാരെല്ലാവണ്ട്. ഞാൻ ചില അവകാശവാദങ്ങൾ കൂടി ഉന്നയിക്കും. ജമാഅത്തെ ഇസ്ലാമിക്കാരിൽ അഴിമതി നടത്തിയ ഒരാൾ പോലുമില്ല. ഒരൊറ്റയാളാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നോളം അഴിമതി വാങ്ങിയ കൈക്കൂലി വാങ്ങിയ ആരോപണം ഉണ്ടായത്. അദ്ദേഹത്തെ ജമാഅത്ത് ഇസ്ലാമി പുറത്താക്കി ചെയ്തിട്ടുണ്ട്. ഞങ്ങളിൽ മദ്യപാനികളില്ല, ഞങ്ങളിൽ അഴിമതിക്കാരില്ല, ഞങ്ങളിൽ കൊലയാളികളില്ല, ഞങ്ങളിൽ കുട്ടികളെ അനാഥരാക്കിയവരില്ല, സ്ത്രീകളെ വിധവകളാക്കിയവരില്ല, അമ്മമാർക്ക് മക്കളെ നഷ്ടപ്പെടുത്തിയവരില്ല, കലാപത്തിൽ പങ്കാളികളായവരും ഞങ്ങളുടെ കൂട്ടത്തിയില്ല. അതുകൊണ്ട് തീവ്രവാദത്തിന് മാസ്റ്റർ ബ്രെയിൻ മൗദൂദിയായിരുന്നെങ്കിൽ അതാവേണ്ടി ഇന്ത്യയിലെയോ പാകിസ്ഥാനിലെയോ ജമാഅത്ത് പ്രവർത്തകരായിരുന്നു, അവരാരും അതില്ല. ഇഖ്വാൻ മുസ്ലിം അതിൻ്റെ പ്രഖ്യാപിത നയമാണ് അതൊരിക്കലും തീവ്രവാദ പ്രവർത്തനങ്ങളോ നിഗൂഢ പ്രവർത്തനങ്ങളോ രഹസ്യ പ്രവർത്തനങ്ങളോ നടത്തുകയില്ല എന്ന്. അതുകൊണ്ടാണ് അത് ഏറ്റവും കൂടുതൽ നിരോധിക്കപ്പെട്ട ഈജിപ്തിൽ ഒരിക്കൽ പോലും അത് സായുധമായ രീതി സ്വീകരിക്കാൻ, സായുധ രീതി സ്വീകരിച്ച ജമാഅത്ത് തക്ഫീർ വൽ ഹിജ്റയെ എന്ന സംഘടനയെ തള്ളിപ്പറഞ്ഞ സംഘമാണ്. ആധുനിക ലോകത്ത് സായുധ രീതി സ്വീകരിച്ച IS തള്ളിപ്പറയുന്ന ഒന്നാം സ്ഥാനത്തിനായ ജമാഅത്ത് ഇസ്ലാമിയാണ്. ഇഖ്വാൻ്റെ ആശയപരമായ ലോകത്ത് ജീവിക്കുന്ന ഡോക്ടർ യൂസുഫ് ഖർദാവിയാണ് തള്ളിപ്പറഞ്ഞ മുന്നണിയിലുള്ള ലോക ഇസ്ലാമിക പണ്ഡിതൻ. അതുകൊണ്ട് സയ്യിദ് മൗദൂദിയുടെ പുസ്തകങ്ങളാണ് അക്രമത്തിൻ്റെ ഭീകരപ്രവർത്തനത്തിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നതിനേക്കാൾ
നുണ പറയുന്ന ഒരാളും ഈ ഭൂമിയില്ല. ഗീബൽസിനേക്കാൾ വലിയ നുണയാണ് പറയുന്ന ആളുകൾ എല്ലാവരും. ആരെങ്കിലും ഇത് തെളിയിക്കാൻ മുന്നോട്ട് വരികയാണെങ്കിൽ ഞാൻ അവരുമായി സംവാദത്തിന് തയ്യാറാണ്. ശാന്തമായ ധരിച്ച് ഞാൻ പറയുന്ന ആളുകൾക്കും അയാൾ ഞാൻ കേൾക്കും. സെയ്ദ് മൗദൂദ് ഏത് പുസ്തകം എവിടെയാണ് പ്രേരിപ്പിക്കുന്നതെന്ന് പറയാം, ആരാണ് പ്രചോദനം ഉൾക്കൊണ്ടെന്ന് പറയാം. ഏതെങ്കിലും ഒരാൾ സെയ്ദ് മൗദൂദിലെയോ ഹസൻ ബന്നയുടെ പുസ്തകം വായിച്ചിട്ട് തീവ്രവാദിയോ ഭീകരവാദിയോ ആയിട്ടുണ്ടെങ്കിൽ അത് പറയേണ്ടതാണ്. അതേ സമയത്ത് ജമാഅത്തെ ഇസ്ലാമിക്കാർ ആരുമിട്ടില്ല, ഇഖ്വാനുകളായിട്ടില്ല. പിന്നെ അത് വായിച്ച് വേറെ ആൾ വായിക്കുന്ന അത് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. അത് ചിലപ്പോൾ മാർക്സ് കേട്ടു ഇതേ കമ്മ്യൂണിസ്റ്റ് ഇതേ ദാസ് ക്യാപിറ്റൽ വായിച്ചിട്ടല്ലേ നെക്സലൈറ്റ് ഉണ്ടായത്. കമ്മ്യൂണിസ്റ്റുകാർ കഠിന ശത്രുക്കളായി പ്രഖ്യാപിച്ച മാവോവാദികൾ ഉണ്ടായത് എന്താ അവർ വായിച്ച പുസ്തകം? മൗദൂദിലെ പുസ്തകം, ഖുർആന, സുന്നത്ത, അതോ മാർക്സിൻ്റെയും ഏംഗൽസിനെയും മാവോവിൻ്റെയും പുസ്തകം വായിച്ച് മാവോവിൻ്റെയും മാർക്സിൻ്റെയും ഏംഗൽസിനെയും പുസ്തകം വായിച്ചിട്ടല്ലേ ഇവിടെ മാവോവാദികൾ ഉണ്ടായത്? എന്നിട്ടല്ലേ ഇവിടെ നക്സലൈറ്റുകൾ ഉണ്ടായത്? അവരെയല്ലേ കമ്മ്യൂണിസ്റ്റുകാർ തള്ളി പറയുന്നത് മാത്രമല്ല അവരല്ലേ കഠിന ശത്രുക്കളായി കണ്ടത്? കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ 2 ആൾ അറസ്റ്റ് ചെയ്ത് മാവോവാദികൾ എന്നിട്ടല്ലേ അറസ്റ്റ് ചെയ്ത്? അപ്പോൾ ആരുടെ പുസ്തകം വായിച്ചാൽ എന്തായാലും ശരി, അത് മൗദൂദിൻ്റെ പുസ്തകം വായിച്ചല്ല നക്സലൈറ്റ് ആയത്, ഖുർആൻ സുന്നത്തും വായിച്ചല്ല നക്സലൈറ്റ് ആയത്, മാവോവാദി ആയത്. അത് കമ്മ്യൂണിസ്റ്റുകാരുടെ പുസ്തകം വായിച്ചിട്ടാണ്. അതേസമയം ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ പുസ്തകം വായിച്ച ആരും മൗദൂദിൻ്റെ പുസ്തകം വായിച്ചിട്ട് ആരും തീവ്രവാദികളായിട്ടില്ല. അതിനെ തള്ളിക്ക് പറഞ്ഞവരേ ആയിട്ടുള്ളൂ എന്നർത്ഥം. ഇതാണ് സംഭവം. അതുകൊണ്ട് ആരോപണത്തെക്കാൾ വലിയൊരു കള്ളം പറയാൻ ഗീബൽസിനോട് സാധിച്ചില്ല എന്നുള്ളതാണ് അവസ്ഥ. അവസാനത്തെ ചോദ്യമാണ് ചോദിക്കുന്നത്. ഒരു കാലത്ത് സർക്കാർ ജോലി പാടില്ല എന്ന് പറഞ്ഞിരുന്ന ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ സർക്കാർ ജോലികളിൽ വ്യാപകമായി പ്രവേശിക്കുന്നു. ജമാഅത്തും സർക്കാർ ജോലിയും സംബന്ധിച്ച് കൃത്യവും ആധികാരികവുമായ ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു. സർക്കാർ ജോലിയെ സംബന്ധിച്ച് മൊത്തമായി ജമാഅത്ത് ഇസ്ലാമിയെ പാടില്ലെന്ന് പറഞ്ഞിട്ടേയില്ല. സാധാരണഗതിയിലുള്ള സർക്കാർ ജോലി ചെയ്യാം എന്ന് തന്നെ മുമ്പ് പറഞ്ഞു. അങ്ങനെയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ കേന്ദ്ര ഷൂറാംഗമായ ഡോക്ടർ നജാത്തുള്ള സിദ്ദീഖി ജമാഅത്ത് ഇസ്ലാമി രൂപീകരിച്ചാലെന്ന് തന്നെ അധ്യാപന ജോലിയുണ്ട്. കേരളത്തിലാണെങ്കിൽ ധാരാളം ആളുകൾ ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തകരായിരിക്കും അധ്യാപകരായിട്ടുണ്ട്. ഇവിടുത്തെ ട്രഷറിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടെ ജോലി ചെയ്ത ആൾ ട്രഷറിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷമാണ് എൻ്റെ അടുത്ത് കൂടെ ജോലി ചെയ്യാൻ വന്നത്. അപ്പോൾ ആ എല്ലാ സാധാരണ ജോലിയെക്കുറിച്ച് അതാ പറഞ്ഞു. പിന്നെ പറഞ്ഞത് സ്വയം നിഷിദ്ധമായ കാര്യങ്ങൾ ഏർപ്പെടാമോ? ഉദാഹരണം പറയാം, മദ്യവ്യാപാരം, ഷോർജി വ്യാപാരം, അതായത് ഭാഗ്യക്കുറി വ്യാപാരം, മദ്യവ്യാപാരം, വേശ്യാലയങ്ങൾ ചുമതലകൾ വഹിക്കാം, നേർക്ക് നേരെ പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്വയം നിഷിദ്ധമായ ജോലികളിൽ നിന്ന് വിട്ടു നിൽക്കാൻ പരമാവധി എന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കണം എന്നാണ് രണ്ടാമത്തേത്. അതാണ് കാര്യം പറഞ്ഞത്. പിന്നെ കുഞ്ചിക സ്ഥാനങ്ങളെക്കുറിച്ച് പറഞ്ഞു. കുഞ്ചിക സ്ഥാനങ്ങൾ വഹിക്കാമോ? പാടില്ല എന്നായിരുന്നു അടുത്ത കാലം വരെ പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ പറയുന്നത് കുഞ്ചിക സ്ഥാനം വഹിക്കാമെന്നാണ്. അതിന് കാരണം എന്താണ്? മാറിയത് ഇന്ത്യൻ സാഹചര്യമാണ്. ഇന്ത്യൻ സാഹചര്യം മാറി. ഇന്ത്യയിൽ വർഗീയ ഫാസിസ്റ്റുകൾ വന്നപ്പോൾ ഇവിടെ കുഞ്ചിക സ്ഥാനങ്ങൾ ഉപാധിയോടുകൂടി വഹിക്കുന്നതാണ് നല്ലത്. കാരണം ഈ രാജ്യത്ത് ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും അസ്തിത്വവും സാംസ്കാരിക വ്യക്തിത്വവും ചോദ്യം ചെയ്യപ്പെടുന്ന കാലത്ത് അങ്ങനെ ചെയ്യാമെന്നാണ്. ഇത് ആരാജമായ സ്വാമിക്ക് മാത്രമേ അറിയാവൂ. ഇമാം അബു ഹനീഫയും ഇമാം മാലിക് ബിൻ അനസും. ഇമാം അബു ഹനീഫ റഹ്മത്തുള്ളാഹിയോട് മൻസൂർ പറഞ്ഞു ചീഫ് ജസ്റ്റിസ് സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി, ഖാദിൽ ഖുലാത്ത് എന്ന സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ആരോട്? അബു ഹനീഫ റഹ്മത്തുള്ളാഹിയോട് മൻസൂർ എന്ന ഭരണാധികാരി പറഞ്ഞു. അബ്ബാസിയ ഭരണാധികാരി മൻസൂർ പറഞ്ഞു. അദ്ദേഹം ഏറ്റെടുത്തില്ല, ജയിലിലടച്ചു. അദ്ദേഹം ജയിലിൽ കിടന്ന് മരിക്കാൻ കാരണം ജയിലിൽ കിടന്ന എന്നാണ് അദ്ദേഹം മരണപ്പെട്ടത്. അതിന് കാരണം അദ്ദേഹം ചീഫ് ജസ്റ്റിസ് സ്ഥാനം ഏറ്റെടുക്കാതെ ഭരണകൂടത്തിൻ്റെ കൽപ്പന നിരാകരിച്ചു എന്നായിരുന്നു. അദ്ദേഹത്തിന് ശേഷം വന്നു മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി. മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹിയോട് ഇതേ കാര്യം മൻസൂർ പറഞ്ഞു. അദ്ദേഹം ചുമതല ഏറ്റെടുത്തു. അപ്പോൾ ജനങ്ങൾ ചോദിച്ചു, താങ്കളുടെ ഗുരുവര്യനും താങ്കളെക്കാൾ വലിയ പണ്ഡിതനുമായ അബു ഹനീഫ ഏറ്റെടുക്കാത്തൊരു ജോലി എന്താ താങ്കൾ ഏറ്റെടുക്കാൻ കാരണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനത് ഏറ്റെടുത്തില്ലായെങ്കിൽ എന്നെക്കാൾ കൊള്ളരാത്തവർ ഏറ്റെടുക്കും. അത് ഇസ്ലാമിന് മുസ്ലിങ്ങൾക്കും വളരെ അപകടകരമാണ്. അതുകൊണ്ട് എൻ്റെ ഇജ്തിഹാദ് അനുസരിച്ച് അത് ഏറ്റെടുക്കുകയാണെന്നല്ല ഏറ്റെടുക്കാതിരിക്കുന്നതിനേക്കാൾ എന്നാണ്. അപ്പോൾ ജോലിയെ 3 ആയി ഭാഗിച്ചു. ഒന്ന്, സ്വയം നിഷിദ്ധമല്ലാത്ത സാധാരണ ജോലികൾ അത് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് മുമ്പേ മുതൽ കേത്തൻ അനുവദിച്ചിട്ടുണ്ട്. എന്നൊരാൾ വെല്ലുവിളിച്ച് ഞാൻ കൂടി പറയാം, അങ്ങനെ ജമാഅത്ത് ഇസ്ലാമിക്കാർ ജോലി പാടില്ലാണ്ട് രാജിവെച്ച് പോയി ജോലി ഇല്ലാതായാലുണ്ട് ജീവിച്ചിരിക്കുന്നുണ്ട്. കൊടിയത്തൂരിൽ നിന്ന് പറഞ്ഞ് എന്നോട് ഇങ്ങനെ മുഖാമുഖം പരിപാടിയിലാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ അയാളെ ഹാജരാക്കാൻ പറഞ്ഞു. അഡ്രസ്സെങ്കിലും തരാൻ പറഞ്ഞു. തരാമെന്ന് പറഞ്ഞു. പിന്നെയും ചോദിച്ചു, തരാറുണ്ട്. നിരന്തരം കത്തെഴുതിയ ശേഷം ആദ്യം മറുപടി ഉണ്ടായില്ല. കാരണം അങ്ങനെ ഒരാൾ കേരളത്തിലില്ല.
ഇന്ത്യയിലില്ല. ഇത് ജമാഅത്ത് ഇസ്ലാമി ജോലി രാജിവെക്കാൻ പറഞ്ഞ് അങ്ങനെ ജോലി രാജിവെച്ചു പോയ ഒരു അധ്യാപകനോ അല്ലെങ്കിൽ സാധാരണ ജോലിക്കാരോ ഇല്ല. പിന്നെ സ്വയം രാജിവെച്ചവരുണ്ട്. മഞ്ചേരി കുഞ്ഞാല മാഷ് രാജിവെച്ചിന്, ഞാൻ രാജിവെച്ചതാണ് ജോലി സർക്കാർ ജോലി, ഹൈസ്കൂൾ അധ്യാപകൻ ജോലി രാജിവെച്ചതാണ്. അങ്ങനെയുണ്ട്, അത് വേറെ കാര്യം. അത് ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞിട്ട് രാജിവെച്ചല്ല. അതെനിക്ക് അതിനേക്കാൾ വലിയ ചുമതല ഏറ്റെടുക്കേണ്ടി വന്നപ്പോൾ ഞാൻ രാജിവെച്ചു. അതുപോലെ കുഞ്ഞാൽ മാഷ് രാജിവെച്ചു, അത് വേറെ കാര്യം. അത് ഞാൻ കച്ചവടക്കാരനായി രാജിവെച്ചു. ഇപ്പോഴും കുറേ ആളുകൾ രാജിച്ച് കച്ചവടം ചെയ്യുന്നത്, അങ്ങനെയൊക്കെ കാര്യമാണ് വേറെ. അപ്പോൾ സാധാരണ ജോലിയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ സ്വയം നിഷിദ്ധമായ തൊഴിൽ പാടില്ലെന്ന് അന്നും പറഞ്ഞു, ഇപ്പോഴും പറഞ്ഞു നിർബന്ധാവസ്ഥയെ സ്വീകരിക്കാവൂ. ബാങ്ക് ഉദ്യോഗം ഉൾപ്പെടെ നിർബന്ധാവസ്ഥയെ സ്വീകരിക്കാവൂ എന്ന് പറഞ്ഞു. മൂന്നാമത്തത് കുഞ്ചികസ്ഥാനത്തെക്കുറിച്ച് പാടില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ത്യൻ സാഹചര്യം മാറിയപ്പോൾ ഫത്വ മാറി. അത് വളരെ മൗലികമായ ഇസ്ലാമിക ഉസൂലുൽ ഫിഖിൻ്റെ അടിസ്ഥാനമാണ്. സാഹചര്യം മാറും, ഇസ്ലാമിക ശരീഅത്തിൻ്റെ അടിസ്ഥാനമാണത്. സാഹചര്യം മാറുമ്പോൾ ഫത്വ മാറും. സാഹചര്യം മാറി, ഇന്ത്യയുടെ ഘടന മാറി, ഇന്ത്യയുടെ അവസ്ഥ മാറി. അപ്പോൾ കുഞ്ചിക സ്ഥാനങ്ങളെക്കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാടും മാറി. ഇതന്നെ സംഭവം, വേറെ ഒരു വ്യത്യാസം ഉണ്ടായില്ല. കുഞ്ചിക സ്ഥാനങ്ങൾക്ക് മാത്രം ബാധകമാണ്, സാധാരണ ജോലിക്ക് ബാധകമേ ആയിരുന്നില്ല. ഇതാണ് ഉദ്യോഗവുമായി ബന്ധപ്പെട്ട സംശയം. ഇനി ഈ സദസ്സിൽ ആർക്കെങ്കിലും വല്ല ഞാൻ നൽകിയ മറുപടിയിലും അവ്യക്തം ഉണ്ടെങ്കിൽ അവർക്ക് ചോദിക്കാവുന്നതാണ്. കുഞ്ചിക സ്ഥാനത്തെക്കുറിച്ച് ബാങ്കിങ്ങിനെ കുറിച്ച് ജമാഅത്ത് ഇസ്ലാമി അംഗങ്ങൾക്കും ബാങ്ക് ജോലി സ്വീകരിക്കാം, കാർക്കുനുകൾക്കും ബാങ്ക് ജോലി സ്വീകരിക്കുന്ന ഇതില്ല. അത് രണ്ട് കാരണമാണ്. ബാങ്ക് ആധുനിക ബാങ്കിങ് സിസ്റ്റത്തെ ആദ്യം അത് പലിശ മാത്രമല്ല, ഒട്ടേറെ ട്രാൻസാക്ഷൻ്റെ ഇടപാടുകൾ നടക്കുന്ന ബാങ്കിങ്ങിലൂടെ. അതുകൊണ്ട് ബാങ്ക് എന്ന ഒരു കാര്യത്തെ ഇപ്പോൾ നിഷിദ്ധമാക്കാനല്ല, നിരുത്സാഹപ്പെടുത്താറുണ്ട്. നിരുത്സാഹപ്പെടുത്താൻ ഒരിക്കലും അത് നിരോധിച്ചില്ല, വിലക്കിയിട്ടില്ല, നിരുത്സാഹപ്പെടുത്താറുണ്ട്. അതിന് കാരണം പലിശ എഴുതേണ്ടി വരുന്നു എന്നതുകൊണ്ടാണ്. പക്ഷേ അത് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടില്ല. ബാങ്കിലെ ജോലിക്കാരൻ മാത്രമല്ല പലിശ കണക്കെഴുതേണ്ടി വരുന്നു. പിന്നെ ആരൊക്കെ? ഹെഡ് മാഷ്, അധ്യാപകർ, വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി. ആർക്കാ പലിശയുടെ കണക്കെഴുതാൻ അവിടെ ഏത് ഉദ്യോഗം സ്വീകരിക്കാൻ പറ്റുക? പലിശ ചുമത്താൻ ബാധ്യസ്ഥ വില്ലേജ് ഓഫീസർ, ടാക്സ് അടക്കാത്ത ആൾക്ക് പലിശ ചുമത്തണം. പഞ്ചായത്ത് സെക്രട്ടറി വീട് നിധി അടച്ചില്ലെങ്കിൽ പലിശ ചുമത്തണം. പലിശ ചുമത്താനോ പലിശ ഈടാക്കാനോ ബാധ്യസ്ഥരായവരാണ് ഈ രാജ്യത്തെ ഒട്ടുമിക്ക സർക്കാർ ഉദ്യോഗസ്ഥരും. ഏതാണ്ട് എല്ലാ ഉദ്യോഗസ്ഥരും പലിശയുടെ കണക്കെഴുതാൻ ബാധ്യസ്ഥരാണ്. അത് ഈ രാജ്യത്തിന് അതുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമി പറയുന്നത് വ്യവസ്ഥ മാറണം, അപ്പോഴേ ജനം നന്നാവുള്ളൂ. ഈ വ്യവസ്ഥ പലിശാധിഷ്ഠിത വ്യവസ്ഥയാണ്. പലിശാധിഷ്ഠിത വ്യവസ്ഥ നിങ്ങൾക്കറിയോ? 36 രൂപ വിലയുള്ള പെട്രോളിന് 100 രൂപ. അതെന്തൊക്കെ ഉണ്ടെന്നറിയോ? ടാക്സ് ഉണ്ട്, മറ്റവൻ്റെ പലിശയുണ്ട്. എൻ്റെ ഈ ഷർട്ട് ഗുജറാത്തിലെ കർഷകൻ കൃഷി ചെയ്തു, ആൾ വാങ്ങി ബാങ്കിൽ നിന്ന് പലിശക്ക് കടം 6% ഷർട്ടിൽ. അത് അവിടുന്ന് കൊണ്ടുപോയി ബോംബെയിലെ ട്രക്ക് മുതലാളി കൊണ്ടുപോയി. ആ ട്രക്ക് മുതലാളി 5% കുപ്പായത്തിൽ. ബാങ്ക് ആ വ്യവസായി വാങ്ങിയ കോടിക്കണക്കിന് റുപ്യ അതിൻ്റെ 15% ഷർട്ടിലാണ്. അവിടുന്ന് കോഴിക്കോട്ട് കൊണ്ടുവന്ന ലോറി ഉടമയുടെ പലിശൻ്റെ ഷർട്ടിലാണ്. അവിടുന്ന് അത് മഞ്ചേരി കൊണ്ടുവന്ന കച്ചവടക്കാരൻ്റെ പലിശ എൻ്റെ ഷർട്ടിലാണ്. മഞ്ചേരി തുണിക്കടക്കാരൻ്റെ പലിശ എൻ്റെ ഷർട്ടിലാണ്. അവസാനം ടൈലർ മെഷീൻ്റെ പലിശയും എൻ്റെ ഷർട്ടിലാണ്. മനസ്സിലാങ്ങൾ? ഇതാണ് ഈ രാജ്യത്തിലെ വിലവർദ്ധനവിന് കാരണമായ പലിശ വ്യവസ്ഥ മനുഷ്യ വിരുദ്ധമാണ്, ജനവിരുദ്ധമാണ് എന്ന് പറയാനുള്ള കാരണം. ആ ജനവിരുദ്ധമായ പലിശ വ്യവസ്ഥ ഇല്ലാത്തൊരു സമൂഹ നിർമ്മിതിക്ക് വേണ്ടി പണിയെടുക്കണമെന്ന് പറയാനുള്ള കാരണം അതാണ്. അത് മനം മാറ്റത്തിലൂടെ വ്യവസ്ഥാ മാറ്റമുണ്ടാവട്ടെ, പുതിയ പ്രഭാതമുണ്ടാവട്ടെ. തീർച്ചയായും ഉണ്ടാവും. ഗനാന്ധകാരങ്ങൾക്ക് ശേഷം ഒരു പ്രഭാതമുണ്ടാവാതിരിക്കയില്ല. ആ കാണുന്ന ഗനാന്ധകാരങ്ങൾക്കപ്പുറം പ്രഭാതമുണ്ടാവുക തന്നെ ചെയ്യും. മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന, മനുഷ്യ സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്ന ജനങ്ങൾ, മനുഷ്യരെ നയിക്കുന്ന ഒരു പുതിയ ലോകം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അള്ളാഹു തുണക്കുമാറാവട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.